ദൈവതിരുനാമം മാത്രം മഹത്വപ്പെടുവാനിടയാകട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. കഴിഞ്ഞ ഞായറാഴ്ച ദൈവം ആളത്വപരമായി നമ്മളുടെ ഇടയിൽ വന്ന് നമ്മളെ സ്നേഹിച്ചതും നമ്മളോട് കൂടെ കൂട്ടായ്മ ആചരിച്ചതൊക്കെ നമ്മൾ ഏറ്റവും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുകയാണല്ലോ. നിങ്ങളുടെ ക്ഷീണമൊക്കെ മാറിക്കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നല്ലപോലെ അധ്വാനിച്ചു. ആ അധ്വാനിച്ചതിൻ്റെ ഫലം കർത്താവ് തരികയും ചെയ്തു. നാട്ടിൽ നിന്നൊക്കെ ദൈവമക്കൾ വന്നു. നിങ്ങളൊക്കെ നിങ്ങളുടെ ഭവനങ്ങളിൽ സ്വീകരിച്ചു. പലരും പല ഭവന സന്ദർശനത്തിനുമൊക്കെ നിങ്ങൾ പോയി. ഒത്തിരി കയ്യും മെയ്യും ഒക്കെ മറന്ന് നിങ്ങൾ അധ്വാനിച്ചു. അതൊരിക്കലും വൃഥാ ആവുകയില്ല. അന്ന് ഞാൻ ഏറ്റവും ഗ്യാരണ്ടി ആയിട്ട് പറയുവാനായിട്ട് സാധിക്കും. ബാക്കിയൊന്നും കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റുകയില്ല. പക്ഷേ കർത്താവ് ആർക്കും കടക്കാരനായിരിക്കുകയില്ല എന്നുള്ളത് എൻ്റെ ജീവിതത്തിലൂടെ മാത്രം ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും അതൊരു അനുഭവമാണ്. ഞാൻ ട്രെയിനിൽ വരാൻ നേരത്തെ ഞാൻ ശരിക്കും കുറേ സങ്കടപ്പെട്ടുകൊണ്ടാണ് വന്നത്. എനിക്കിതിനൊന്നും ഒരു യോഗ്യതയില്ല. ദൈവമേ, എത്രയോ അധ്വാനിക്കുന്ന, ശരിക്കും സമർപ്പണത്തോടെ നിൽക്കുന്ന ദൈവമക്കൾ കൂട്ടായ്മ ആചരിക്കുന്നിടത്ത് പോയി വചനവുമായി അവരോട് കൂടെ കൂട്ടായ്മ ആചരിക്കുവാനായിട്ട് കർത്താവെ, നീ എനിക്ക് ഭാഗ്യം തരുന്നുണ്ടല്ലോ. ഇങ്ങനെയുള്ള ഞായറാഴ്ചകളിൽ ഞാൻ മാനസാന്തരപ്പെടുന്നതിന് മുന്നും ഏതാണ് പുതിയ സിനിമ റിലീസായേക്കണത്, ഒരു പ്രാവശ്യം മംഗളാപുരത്തേക്ക് പോയി കഴിഞ്ഞാൽ എത്ര സിനിമ ഒന്നിച്ച് കാണാം എന്നൊക്കെ ഓർത്ത് വളരെ വിചിത്രമായിട്ട് നടന്ന കാലങ്ങളെയൊക്കെ ഞാൻ ഓർത്ത് ദുഃഖിച്ചു. എങ്കിലും ദൈവം എവിടുന്ന് എവിടേക്കാണ് ഒരു വ്യക്തിയെ കൊണ്ടുവരുന്നതെന്ന് ഞാൻ ആലോചിച്ചു. ഇപ്പോഴും നമ്മൾ പറഞ്ഞില്ലേ, ദൈവമക്കളെല്ലാം പറഞ്ഞു, മാനസാന്തരപ്പെട്ട് കഴിഞ്ഞാൽ ക്രിസ്തുവിൻ്റെ സ്നേഹം നമുക്ക് ഒന്ന് രുചിച്ചറിയുവാനായിട്ട് നമുക്കൊരു കൃപ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൂട്ടായ്മ യോഗങ്ങളെ മുടക്കുകയല്ല. നമ്മൾ ഇതിനു മുന്നും പള്ളിയിൽ പോകുന്നില്ലായിരുന്നോ? മീറ്റിങ്ങുകൾ കൂടുന്നില്ലായിരുന്നോ? നമ്മൾ ധ്യാനം എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. പക്ഷേ നമ്മളുടെ ജീവിതം ഒരു പച്ച പിടിക്കാതെ, എന്ന് പറഞ്ഞാൽ ഭൗതികമായിട്ടുള്ള അനുഗ്രഹങ്ങൾ കാണും, അത് സാത്താൻ തരുമല്ലോ. അത് ഞാൻ പറഞ്ഞല്ലോ, യേശു 40 രാവും 40 പകലും ഉപവാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യമേ പ്രത്യക്ഷപ്പെട്ടത് ആരാണ്? സാത്താനാണ്. 3 പ്രലോഭനങ്ങളാണ്. അത് നമുക്ക് കൃത്യമായിട്ടും പറയുമല്ലോ. കൺമോഹം, ജഡമോഹം, ജീവിതത്തിൻ്റെ പ്രതാപം എന്നൊക്കെ പറയുമല്ലോ. അതിനകത്ത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഗതിയുണ്ട്. ഒരു വലിയ ഉയർന്ന മലയിലേക്ക് കൂട്ടിക്കൊണ്ടു പോയിട്ട് ഈ ലോകത്തിലുള്ള സകല സമ്പത്തും ഐശ്വര്യങ്ങളും എല്ലാം സാത്താൻ കാണിച്ചു തരികയാണ്. എന്നിട്ട് യേശുവോട് പറയുകയാണ്, നീ എന്നെ ആരാധിച്ചാൽ ഇതെല്ലാം നിനക്ക് തരാം. അപ്പം ഈ ലോകത്തിൽ ധനമുണ്ടായാലോ, ഈ ലോകത്തിൽ വലിയ വലിയ കാറുകളും വലിയ വലിയ ബംഗ്ലകളും ഇല്ലെങ്കിൽ വിമാനത്തിൽ തന്നെ സ്വന്തം വിമാനത്തിൽ സഞ്ചരിച്ചാലും ഇതൊക്കെ ഒരിക്കലും നമുക്ക് പുകഴുവാനില്ല. ഒന്നും പുകഴുവാനില്ല. പുകഴുവാനുള്ളത് എന്താണ്? ഇന്ന് നമ്മൾ സുവിശേഷം വായിച്ചില്ലേ? നമ്മൾ യേശപ്പ പറയല്ലേ, നമ്മൾ വഴിയരികിൽ വീണ വിത്ത് പോലെ അത് സാത്താൻ വന്ന് കൊത്തിക്കൊണ്ട് പോയോന്നറിയാൻ വേണ്ടി ചുമ്മാ ചോദിക്കുന്നു. മാഷന്മാർക്ക് ഇങ്ങനെ ഒരു ദുരഭ്യാസമുണ്ട്. എന്ന് പറഞ്ഞാൽ ചോദ്യങ്ങൾ ചോദിക്കും. ഇന്നത്തെ സുവിശേഷത്തിനകത്ത് ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത, ഇന്നത്തെ സുവിശേഷ വായന വായിച്ചില്ലേ, അതിനകത്ത് ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒരു വചനമുണ്ട്. ഏതാന്ന് പറയാമോ? ഒരു വചനവും മറക്കാൻ പാടില്ല. പക്ഷേ ആ ഒരു വചനം നമ്മളോട് എപ്പോഴും പറഞ്ഞുകൊണ്ടും ഇരിക്കുന്നതാണ്. എപ്പോഴും പറയും. എന്താണെന്നറിയാമോ? സിമ്പിളാണ്, വളരെ സിമ്പിൾ. ഇപ്പം ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ വരും. പൗലോസ്ലീഹ പറയുന്നത്, എൻ്റെ സുവിശേഷം എന്താണെന്നാണ് പറയുന്നത്? എന്നതാണ് എൻ്റെ സുവിശേഷം? അത് വായിച്ചേ. ദാവീദിൻ്റെ പുത്രനായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവാണ് എൻ്റെ സുവിശേഷം. ആരെ പറ്റിയാണ് പ്രസംഗിക്കുന്നത്? നമ്മൾ ദാവീദിൻ്റെ സന്തതിയായി. ഇതാണ് അൾട്ടിമേറ്റ് നമ്മളുടെ ഒരു അറിവ്. സുവിശേഷം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവിനെ പറ്റി നമ്മൾ കേൾക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ രക്ഷ നമ്മൾ അനുഭവിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ മണവാട്ടിയായിട്ട് നിത്യസൗഭാഗ്യത്തിലേക്ക് പോകുന്നു. ഇതൊന്നും എൻ്റെ ഇന്നത്തെ ചിന്തയുടെ വിഷയമല്ലെങ്കിലും ഞാൻ നിങ്ങളെ വളരെ സ്നേഹത്തോടെ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എപ്പോഴും കല്യാണം കഴിക്കാറായ കുട്ടികളും ഇല്ലെങ്കിൽ കല്യാണം കഴിച്ചവരും എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമുക്ക് കർത്താവ് ഒരു പ്രോമിസ് തന്നിട്ടുണ്ട്, ഒരു വാഗ്ദാനം തന്നിട്ടുണ്ട്. എന്താണത്? മത്തായി 18:20. ഇത് ഞാൻ പറയുന്നത് എന്തിനാ, ശരിക്കും ശ്രദ്ധിച്ച് കേട്ടോ. 2-3 പേര് എൻ്റെ നാമത്തിൽ കൂടുന്നിടത്തെല്ലാം ഞാൻ അവരുടെ മധ്യേ ഉണ്ട്.
ഉറപ്പല്ലേ? അപ്പോൾ ഈശോപ്പ ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ ഈശോപ്പ പറയുന്ന കാര്യങ്ങളല്ലാതെ എനിക്ക് കുറേ ബുദ്ധിയുണ്ട്, എനിക്ക് കുറേ കാര്യങ്ങൾ അറിയാം, ലോജിക് ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ സംസാരിച്ച് കഴിഞ്ഞാൽ ഈശോപ്പ ഇഷ്ടപ്പെടുമോ? ഈശോപ്പ ഇഷ്ടപ്പെടുന്ന മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിനകത്ത് അത് ഒരു ഗുണവും ചെയ്യുകയില്ല. എപ്പോഴും ഞാൻ ഏറ്റവും മണ്ടനാണെന്നും ഞാൻ ഏറ്റവും വീക്കാണെന്നും ഒക്കെ ചിന്തിക്കുന്ന അടുത്തേക്കാണ് കർത്താവിൻ്റെ അനുഗ്രഹം ഒഴുകി വരുന്നത്. നമുക്ക് കേട്ടിട്ടുണ്ട്, താണ നിലത്തേക്ക് നീരോടുള്ളൂ. നമ്മൾ താഴ്ന്ന് പോകുന്തോറും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപ നമ്മളിലേക്ക് വരും. ഞാൻ ആ പറഞ്ഞ കാര്യത്തിലേക്ക് പോയത് എന്തിനാണെന്നറിയാവോ? നമ്മൾ വീട്ടിൽ 2 പേരേ ഉള്ളെങ്കിലും ദുഃഖിക്കേണ്ട ആവശ്യമില്ല. യേശുപ്പ പറഞ്ഞ എന്നാ? 2 പേരുണ്ടെങ്കിലും, ഹസ്ബൻഡ് ആൻഡ് വൈഫ് 2 പേര് മാത്രം ഉണ്ടെങ്കിലും മൂന്നാമനായിട്ട് അവിടെ യേശു ക്രിസ്തു വരും. ഒരു മനസ്സോടെ നിൽക്കണമെന്ന് മാത്രം, ഒറ്റ മൊനയായിട്ട് നിൽക്കണം. ഈ ഹാർമണി എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ, കുടുംബജീവിതത്തിലെ ഹാർമണി എന്നൊക്കെ നമുക്ക് പറഞ്ഞു, അതൊക്കെ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നതാണ്. അല്ലാതെ ഇത് കഥ കേട്ട് പോകാനല്ല പ്രിയമുള്ളവർ. ഒരിക്കലും ഒരു വചനം കേൾക്കുമ്പോൾ ഇത് കണിശമായിട്ട് ഇത് എനിക്കുള്ള വാഗ്ദാനമാണെന്ന് പറഞ്ഞ് ഹൃദയത്തിനകത്ത്, പുറമേ പറയണ്ട, മറ്റ് കൂട്ടായ്മകളിലൊക്കെ പോകുമ്പോഴത്തേനും കുറേ സ്തോത്രങ്ങളും കുറേ ഹല്ലേലൂയയും ഒക്കെ പറഞ്ഞ് ഡിസ്റ്റർബൻസ് ആക്കുന്ന പോലെയല്ല. നമ്മുടെ ഹൃദയത്തിനകത്ത് നമുക്ക് ആമേൻ പറഞ്ഞ് സ്വീകരിക്കാം. ദൈവമേ, ഞങ്ങൾ 2 പേരുണ്ട്, ഇല്ലെങ്കിൽ ഞങ്ങളുടെ മക്കളും എല്ലാവരും കൂടെ ഒന്നിച്ച് ഒരു മുനയായിട്ട് ഇരിക്കുമ്പോൾ കർത്താവ് നമ്മുടെ മധ്യേ വരുന്നുണ്ട്. കർത്താവ് വന്നു കഴിഞ്ഞാൽ അത്ഭുതമാണ്. കർത്താവ് ഏത് വീട്ടിൽ ചെന്നിട്ടാണ് അത്ഭുതം പ്രവർത്തിക്കാതെ വന്നേക്കണത്? ഒന്ന് ചിന്തിച്ച് നോക്കിക്കോ. അപ്പോൾ നമ്മൾ ചോദിച്ചതെല്ലാം നമ്മൾക്ക് തരണമെന്നില്ല. അത് വല്ലാതെ യാചിക്കുന്നതിനാൽ നിങ്ങൾക്ക് കിട്ടുന്നില്ലെന്ന് പറയും. വല്ലാതെ യാചിക്കലെന്ന് പറഞ്ഞാൽ എന്നാണെന്നറിയോ? നമുക്കിത് ശരിക്കും നമ്മുടെ ഉള്ളിൽ ഈ ബോധ്യം വേണം. യേശുവിനെ പറ്റി നമ്മൾ പറയാൻ നേരത്തെ എന്താ പറയുന്നത്? ദൈവത്തെ പറ്റി ആദിയില്ലാത്ത ആദി, ആൽഫ ആൻഡ് ഒമേഗ എന്ന് പറഞ്ഞാൽ ആദിയില്ലാത്ത ആദിയും അന്തമില്ലാത്ത അന്തവും. ദാറ്റ് മീൻസ് ആദിയുമില്ല അന്തവുമില്ലാത്ത ദൈവം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് തൊട്ട് തന്നെ നമ്മളെ അറിയാം. അത് സാം 139:14 അറിയാം. നിങ്ങൾ നോക്കിയാൽ മതി. 13:14 139 സങ്കീർത്തനം 139 കൃത്യമായിട്ട്. അതുപോലെ പല വചനഭാഗങ്ങളുണ്ട്, അതൊന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ കർത്താവിനറിയാം. ഇതുവരെ നമ്മൾ വളർന്നു വന്ന വഴികളും അറിയാം, ഇനി മുന്നോട്ട് എങ്ങനെയാണെന്നുള്ളതും കർത്താവിനറിയാം. അപ്പോൾ നമ്മളുടെ സ്വന്തം ബുദ്ധിയിലും നമ്മുടെ അഹങ്കാരത്തിലും നമ്മുടെ നിഹളത്തിലും നമ്മുടെ മ്ലേച്ഛതയിലും ഒക്കെ നമ്മൾ ജീവിതം നശിപ്പിച്ച് കളഞ്ഞിട്ട് പോലും കർത്താവിൻ്റെ കുരിശിൻ്റെ താഴെ വന്ന് കർത്താവിൻ്റെ തിരുരക്തത്തിൽ ആശ്രയിച്ച്, കർത്താവെ തെറ്റിപ്പോയി, കർത്താവെ എല്ലാം തെറ്റായിപ്പോയി കർത്താവെ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ചക്കരേന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്ന ഒരു യേശുപ്പയാണ് അല്ലേ? ആ ധൂർത്തപുത്രൻ്റെ കഥ അതെപ്പോഴും നമ്മുടെ ഉള്ളിൽ ഓർക്കണം. യേശുപ്പയുടെ സ്നേഹം, അത് യേശുപ്പ ആരുടെ സ്നേഹമാണ് കാണിച്ചു തന്നത്? യേശു തമ്പുരാൻ, എൻ്റെ സ്വർഗസ്ഥനായ എൻ്റെ അപ്പൻ എങ്ങനെയുള്ളവനാണെന്ന് കാണിച്ചു തരാനാണ് യേശുപ്പ എഫർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം നമ്മൾ ഈ ഓട്ടോബയോഗ്രഫിയൊക്കെ കേട്ടിട്ടില്ല? ഓട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ നമ്മളെപ്പറ്റി തന്നെ നമ്മൾ എഴുതുന്ന പല അല്ലേ, ഗാന്ധിജിയുടെ ഓട്ടോബയോഗ്രഫി ഉണ്ട്, ഓരോ വലിയ വലിയ ആൾക്കാരൊക്കെ അവരെ പറ്റി തന്നെ എഴുതും. യേശുപ്പയുടെ ഓട്ടോബയോഗ്രഫി എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഒറ്റ സെൻറ്റൻസിൽ പറയാൻ പറ്റും. യേശുപ്പ വളരെ എന്ന് പറഞ്ഞാൽ യേശുപ്പൻ്റെ ദൗത്യമേ അതായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 6:38 വായിച്ചു നോക്കിക്കോ. എന്താണത്? യേശുപ്പയുടെ ദൗത്യം എന്താണെന്നാണ് കൃത്യമായിട്ടും പറയുന്നുണ്ട്. ഞാൻ എൻ്റെ ഇഷ്ടമല്ല, എൻ്റെ ഇഷ്ടമത്രേ ചെയ്യുവാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത്. എൻ്റെ ദൈവമേ, എന്താണ് പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവാനാണ് പുത്രൻ വന്നത്. ആ വലിയ രഹസ്യങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ലെങ്കിലും നമ്മൾക്ക് നമ്മുടെ മൂത്ത ജ്യേഷ്ഠനാണ് യേശുതമ്പുരാൻ അല്ലേ? യേശുതമ്പുരാൻ വഴി നമ്മളെല്ലാം വീണ്ടെടുക്കപ്പെട്ടവരാണ്. അപ്പം നമുക്ക് പറഞ്ഞത് എന്താണ്? ഞാൻ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുകയാണ് എൻ്റെ ജീവിതകാലം മുഴുവനും. അതുപോലെ തന്നെ നിങ്ങളും പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റണം. എങ്ങനെയാണ് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നത്? പിതാവ് അയച്ചവനിൽ വിശ്വസിച്ചുകൊണ്ട്, അവൻ്റെ വചനം അനുസരിക്കുന്നത് കൊണ്ട്. അപ്പോൾ ഓരോ നിമിഷവും നമ്മൾ വചനം കേൾക്കുമ്പോഴും ആ വചനം അനുസരിക്കുവാനായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുമ്പോഴും നമ്മൾ ആരുടെ ഇഷ്ടത്തിനാണ് തല ചായ്ച്ചു കൊടുക്കുന്നത്? സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടമാണ്. അപ്പം ഇതിനു മുന്നും പഴയ നിയമം, നമ്മൾ പുതിയ നിയമ ക്രിസ്ത്യാനികളാവട്ടോ,
ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഓർത്തിരിക്കണം. നമ്മൾ കൂട്ടായ്മയിൽ പഴയ നിയമത്തിൻ്റെ കുറേ കഥകളെല്ലാം പറയും എന്ന് പറഞ്ഞ്, ബിക്കോസ് ഇറ്റ് ഹാസ് ഗോട്ട് എ കണക്ഷൻ വിത്ത് അവർ ലൈഫ്. നമ്മുടെ ഇപ്പോഴത്തെ ജീവിതത്തിനും അതുമായിട്ടൊരു റെഫറൻസ് ഉണ്ട്. അപ്പോൾ പുതിയ നിയമത്തിൻ്റെ ആ മഹത്വം നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഈ പഴയ നിയമത്തിൻ്റെ ഓരോ ഇൻസ്റ്റൻസസും എടുത്തെങ്കിലും നമ്മൾ പുതിയ നിയമ ക്രിസ്ത്യാനികളാണ് എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് റോമർ 8:1 പറയുന്ന വചനം എല്ലാവർക്കും വിശ്വസിക്കാൻ പറ്റുന്നതാണ്. ഇല്ലെങ്കിൽ പണ്ടങ്ങനെ പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ സന്ദർശിക്കുന്നു. അതുപോലെ പിതാവ് എന്താ തെറ്റ് ചെയ്താൽ അന്നേരം തന്നെ ശിക്ഷിക്കുന്നവനാണ്. അങ്ങനെ ഒരു ക്രൂരനായ ഒരു ദൈവത്തെ പറ്റി വളരെ ഏറെ ഭയന്ന്, അത് നമ്മൾ യഥാർത്ഥത്തിൽ മോശയൊക്കെ പറയുന്നതൊക്കെ ഇതിനെ തൊടാൻ പോലും, ആ പർവ്വതത്തെ തൊടാൻ പോലും ജനങ്ങൾ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഒരു മൃഗം തൊട്ടാലും അന്നേരം കരിഞ്ഞു വീഴും. ഇങ്ങനത്തെ ഒരു ഭയമാണ് എന്ന് പറഞ്ഞാൽ അത് ഒരു ലോ. അത് ഒത്തിരി ഡീപ്പാണെങ്കിലും ഞാൻ നിങ്ങൾക്ക് പറയാം, വേർഡ്സ് ഉണ്ടല്ലോ, ഈ ലോ മനുഷ്യനെ കൊല്ലുന്നു. കർത്താവിൻ്റെ കൃപയോ മനുഷ്യന് ജീവൻ നൽകുന്നു. അതുകൊണ്ടാണ് നമുക്ക് നിയമങ്ങളെ അസാധുവാക്കാനല്ല ഞാൻ വന്നതെന്ന് ക്രിസ്തു പറഞ്ഞെങ്കിലും യേശു ക്രിസ്തു നമുക്ക് കാണിച്ചു തന്നത് എന്താണ്? 70 പ്രാവശ്യം ക്ഷമിക്കണമെന്ന് നമുക്ക് പറഞ്ഞു തന്ന പിതാവ് ക്ഷമ മാത്രമാണെന്നും കരുണാസാഗരനാണെന്നും കൃപയുടെ കടലാണെന്നുമൊക്കെ കാണിച്ചു തരുവാനാണ് യേശു ക്രിസ്തു വന്നത്. അത് യേശു ക്രിസ്തുവിൻ്റെ പിതാവ് എങ്ങനെയുള്ളവനാണെന്ന് കാണിച്ചു തരാനാണ്. അതാണ് പിതാവിൻ്റെ ഇഷ്ടം. ഐ വോണ്ട് ടു ഡു ദ വിൽ ഓഫ് മൈ ഹെവൻലി ഫാദർ എന്ന് പറഞ്ഞാൽ പിതാവിൻ്റെ ഇഷ്ടം. അത് അടുത്ത ഒരു വചനം കൂടെ വായിച്ചോ. ഹെബ്രായർ 10:7 എടുത്തോ. അതുപോലെ യോഹന്നാൻ്റെ 4:34 എടുത്തേ. സമറിയക്കാരത്തി സ്ത്രീയോട് പറയുന്നതാണ് യോഹന്നാൻ 4:34. ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്ന് അവൻ പറഞ്ഞു. ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു. ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു. നമ്മൾ ഓരോരുത്തരും സമർപ്പണം എടുക്കാൻ അറിയത്തില്ലാത്തവരും സമർപ്പണം എടുക്കേണ്ടത് എങ്ങനെയാണെന്നറിയാമോ? ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാനായിട്ട് എനിക്ക് ശക്തി തരണേ. അത് അത്ര എളുപ്പത്തിൽ കിട്ടിയല്ല അല്ലേ? അത്ര എളുപ്പത്തിൽ കിട്ടുമോ ശക്തി? നമ്മൾ എത്ര സമർപ്പണം എടുത്തു കഴിഞ്ഞാലും ആ സമർപ്പണത്തിൻ്റെ ഒരിക്കലും ഉറപ്പിച്ച് പറയാനേ പറ്റത്തില്ല, ഞാൻ ഇതുപോലെ എല്ലാം ചെയ്യും. പക്ഷേ കർത്താവിൻ്റെ കൃപയുണ്ടെങ്കിൽ മാത്രമേ ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. കർത്താവിൻ്റെ കൃപ എങ്ങനെയാണ് നമ്മളിലേക്ക് ഒഴുകി വന്നേക്കണേ? ചിന്തിച്ച് നോക്കൂ. വളരെ സിമ്പിളാണ്. ചെറിയ ചെറിയ കാര്യങ്ങളാണ്, വലിയ തത്വങ്ങളല്ല. വലിയ തത്വങ്ങൾ പഠിച്ചവരെല്ലാം ആരെപ്പോലെയാവും? ഒത്തിരി പഠിച്ച് ബൈബിൾ പണ്ഡിതന്മാരായിരുന്നു. ആരായിരുന്നു? പരീക്ഷന്മാർ, ശാസ്ത്രിമാർ. എന്നിട്ട് അവർക്ക് എന്താ ചെയ്യാൻ പറ്റിയത്? അവർക്ക് ക്രിസ്തുവിനെ തിരിച്ചറിയാൻ പറ്റിയില്ല, മിശിഹാനെ തിരിച്ചറിഞ്ഞില്ല. സാത്താനാന്ന് പറഞ്ഞ് കുരിശേ കയറ്റി. ഇവൻ പോയ പരിപാടി തീർന്നു എന്ന് പറഞ്ഞ്. ഇപ്പോഴും യഹൂദന്മാരുടെ ഇടയിൽ മിശിഹാനെ സ്വീകരിക്കാനായിട്ട് പറ്റിയിട്ടില്ല. സ്വീകരിക്കുന്ന ഒരു കാലം വരും പ്രിയമുള്ളവരെ, വരും. അത് ഭയങ്കര കഷ്ടത്തിലൂടെ ആയിരിക്കും, മഹാ ഉപദ്രവങ്ങളിലൂടെ ആയിരിക്കും. പക്ഷേ ഇപ്പോൾ അവർക്ക് അത് സ്വീകരിക്കാനായിട്ട് പറ്റുകയില്ല. എന്തിനാണ്? ഒത്തിരി മോശയുടെ നിയമങ്ങളും എല്ലാം പഠിച്ച്, പഴയ നിയമ പുസ്തകങ്ങളെല്ലാം പഠിച്ച്, അതിൻ്റെ അകത്ത് PhD പലതും ചെയ്ത്, ഞാൻ പറഞ്ഞ ബൈബിൾ കോളേജുകളിലെല്ലാം പഠിച്ച് അവർക്ക് മനസ്സിലായത് യഥാർത്ഥ രക്ഷകൻ വന്നപ്പോൾ ഇവൻ സാത്താനാണെന്ന് മനസ്സിലായി. ബെൽസബുല എന്ന് പറഞ്ഞു. അതിനാ ഞാൻ എപ്പോഴും നമ്മുടെ യങ്സ്റ്റേഴ്സിനോടൊക്കെ പറയാറുണ്ട്, ഒത്തിരി വിജ്ഞാനവും അതും ഇതുമൊക്കെ ഏറ്റവും വലിയ വിജ്ഞാനം ബൈബിളാണ് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ എത്ര മണിക്കൂർ വേണമെങ്കിലും ഇരുന്ന് തർക്കിക്കാം അതിനെപ്പറ്റി, ഐ വിൽ പ്രൂവ്. പക്ഷേ അവർ അവിടെ ഇവിടെയും കുറച്ച് സയൻസും കുറച്ച് ഇതുമൊക്കെ പഠിച്ചിട്ട് ബുദ്ധി രാക്ഷസന്മാരാകുകയാണ്. ബുദ്ധി രാക്ഷസന്മാരാകുന്നത് കൊണ്ട് ജീവനെ പടുത്തുയർത്തുവാനായിട്ട് പറ്റുകയില്ല, സമാധാനം കിട്ടുകയില്ല. സമാധാനം കിട്ടണമെങ്കിൽ കർത്താവ് പറഞ്ഞ ഒരു വാഗ്ദാനമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായമാണ്. അതിൻ്റെ 16-ാമത്തെ വചനം തോന്നുന്നു. ഈശോ പറഞ്ഞു, ഞാൻ പോകും എന്നറിയോ, എൻ്റെ നിയമങ്ങളെയൊക്കെ നിങ്ങൾ പാലിക്കണം, ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെ നിങ്ങൾ പാലിക്കണം, ചട്ടങ്ങളും നിയമങ്ങളൊക്കെ. യേശു ക്രിസ്തു കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ നമുക്ക് പുതിയ നിയമത്തിൽ കുറേ. പക്ഷേ അതൊന്നും അത്ര എളുപ്പമല്ല. മനുഷ്യനെ കൊണ്ട്, മനുഷ്യശക്തി കൊണ്ടൊന്നും അസാധ്യമല്ല. അതുകൊണ്ട് ഞാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സഹായകനെ ഞാൻ അയച്ചു തരും. അത് വായിച്ചേ. അവനോട് ചോദിക്കും,
അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടി ഇരിക്കുവാനായിട്ട്, സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളിൽ ഇരിക്കുവാനായിട്ട് അയച്ചു തരും. ഇതാണ് സഹായകൻ. നമുക്ക് വചനം മനസ്സിലാക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ കൃപ കൊണ്ടാണ്. ഇപ്പം നിങ്ങൾക്ക് ഓർക്കില്ല, അയ്യോ പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ ഉണ്ടോ ആക്രിന്ന് ഒരിക്കലും ചിന്തിക്കേണ്ട ആവശ്യമില്ല. പരിശുദ്ധാത്മാവ് ഉണ്ട്, ഇല്ലെങ്കിൽ വചനത്തിന് വരാൻ പറ്റിയല്ല. നിങ്ങളെ ഹേമിച്ച് ഈ കൂട്ടായ്മയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത്, വചനം കേൾക്കാനായിട്ട് മനസ്സ് തരുന്നത്, അതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ കൃപയാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ചെറിയ തെറ്റ് ചെയ്യുമ്പോൾ അയ്യോ ദൈവമേ തെറ്റായിപ്പോയല്ലോ അന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് പരിശുദ്ധാത്മാവിൻ്റെ കൃപയാണ്. ആരോടെങ്കിലും സ്നേഹിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ, ഒരു സ്നേഹം, ഒരു കരുണ നിങ്ങളിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് പരിശുദ്ധാത്മാവാണ്. അല്ലാതെ നിങ്ങൾ ഒരിക്കലും ആത്മാവിൻ്റെ വലിയ അഭിഷേകം എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി അന്യഭാഷകളിൽ സംസാരിക്കുന്ന സംഗതികളൊന്നും അല്ല. അതുകൊണ്ട് ഭാഷാവരമുണ്ട്, ഭാഷാവരം ഇല്ലെന്നല്ല, അവരെ ആരുടെയും ക്രിട്ടിസൈസ് ചെയ്യുന്നല്ല. പക്ഷേ ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴും ഏറ്റവും വളരെ മനസ്സിലാകുന്ന ഭാഷയിൽ സംസാരിക്കുന്നതാണ് പരിശുദ്ധാത്മാവിൻ്റെ കൃപ. അതിനെപ്പറ്റി ഒത്തിരി വചനഭാഗങ്ങളുണ്ട്, അതൊന്നും ഞാൻ എടുക്കുന്നില്ല. യേശുക്രിസ്തു എപ്പോഴെങ്കിലും അന്യഭാഷയിൽ സംസാരിച്ചിട്ടുണ്ടോ? ചിന്തിച്ച് നോക്കിയാൽ മതി. നമ്മൾ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരാണ്. യേശുക്രിസ്തു വളരെ ചെറിയ ഉദാഹരണങ്ങളോട് കൂടി, വളരെ ഉപമകളുടെ കൂടി, ആൾക്കാർക്ക് അന്നത്തെ യഹൂദന്മാരുടെ ജീവിത ശൈലികൾ കൂടി വളരെ വ്യക്തമായിട്ട് അവരുടെ ഭാഷയിലാണ് സംസാരിച്ചത്. അന്യഭാഷയില്ലേ, ദൈവമല്ലേ, ദൈവത്തിന് എല്ലാ ഭാഷയും അറിയാം. ഇടയ്ക്ക് കുറച്ച് കന്നഡയും കുറച്ച് ഇംഗ്ലീഷും കുറച്ച് കൊങ്ങണിയൊക്കെ ചേർത്ത് അവരെ കൺഫ്യൂസ് ആക്കാറുന്നല്ലേ വേണമെങ്കിൽ, അല്ലേ? അതൊന്നും ചെയ്തിട്ടില്ല. വെരി വെരി സിമ്പിൾ. ഇത് നമ്മൾ മനസ്സിലാക്കണം. അപ്പം ക്രിസ്തുവിൻ്റെ വചനം മനസ്സിലാക്കുവാനും അതനുസരിച്ച് നമ്മൾ ജീവിക്കണമെങ്കിൽ നമുക്ക് എന്താണ് നമുക്ക് വേണ്ടത്? പരിശുദ്ധാത്മാവിൻ്റെ കൃപയാണ് വേണ്ടത്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ കൃപ വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പാപത്തെ ഉപേക്ഷിക്കണം. പാപമാണെന്ന് അറിഞ്ഞ കാര്യങ്ങളെ നമ്മൾ ഒരിക്കലും പാപമാണെന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്യരുത്. നമുക്ക് കൃത്യമായിട്ട് കുറേ വചന കേൾവി വഴി ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, ഇന്നത് കാര്യം ചെയ്താൽ കുറ്റമാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടും സാരമില്ല, ഇപ്പോൾ ആരും കാണുന്നില്ലായിരിക്കും എന്നൊക്കെ ഓർത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പാപമാണ്. അന്നേരം പരിശുദ്ധാത്മാവ് മാറിപ്പോകും. ഇന്നിപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ചത്തെ നിങ്ങളുടെ ശുശ്രൂഷ ഏറ്റവും അത്ഭുതകരമായിട്ട് ദൈവം നടത്തി തന്നു. നന്ദി നമ്മൾ അത്ഭുതകരമായിട്ട് പറഞ്ഞു. അപ്പോൾ ആർക്കാ ഏറ്റവും കൂടുതൽ കുശുമ്പുണ്ടായതെന്നറിയാവോ? സാത്താന്. ഇന്നത്തെ മീറ്റിംഗ് അലങ്കോലമാക്കാനായിട്ട് എന്ത് പണിയെടുത്തവന്! ഈ നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം കൂടെ ലിഫ്റ്റിൽ കയറ്റിയപ്പോൾ ലിഫ്റ്റ് അടഞ്ഞുപോയാ പാവം. ആ കൊച്ചുങ്ങൾ അതിൻ്റെ അകത്ത് അടഞ്ഞു പോയായിരുന്നു എന്ത് ചെയ്തേനെ? അതിലപ്പുറം ടെൻഷനായി പോയേനെ. ബാക്കി എങ്ങനെയെങ്കിലും പുറത്താടി, എല്ലാ സാധനം അകത്ത്. പക്ഷേ യൂദായുടെ സിംഹമാണ് നമ്മുടെ മുന്നേ പോകുന്നത്, അല്ലേ? നമ്മുടെ മീറ്റിങ്ങിന് അല്പസമയം ഞാൻ നിങ്ങളുടെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ ഇച്ചിരി സമയം കൊണ്ട് ഓടി നടന്ന് അതെല്ലാ കാര്യങ്ങളും ഒരുക്കുവാനായിട്ട് കർത്താവ് അത്ഭുത കൃപ നിങ്ങൾക്ക് തന്നു. കൃപയാണ്. എല്ലാവരും സ്തുതിക്കണം. ദൈവമേ, ഈ പട്ടണത്തിൽ എല്ലാവരും ബാക്കി എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടി വ്യഗ്രതരെ ഓടി നടക്കുമ്പോൾ അല്പസമയം മാറിയിരുന്ന് പൊന്നേശു തമ്പുരാൻ്റെ പാദപീഠത്തെങ്കിൽ ഇരുന്ന് ചിന്തിക്കുവാനായിട്ടുള്ള വലിയ കൃപ ഞങ്ങൾക്ക് തന്നല്ലോ ദൈവമേ. അതിനായിട്ട് കുറച്ച് ദൈവമക്കളെ അങ്ങ് ഒരുക്കുന്നുണ്ടല്ലോ. കൈയും മെയ്യും മറന്ന് അവർ അധ്വാനിക്കുന്നുണ്ടല്ലോ. ഞങ്ങൾ മാത്രമല്ല, അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? നമുക്ക് സൗജന്യമായിട്ട് കിട്ടിയതാണ് ഈ രക്ഷ. സൗജന്യമായിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കുന്നു. ഇത് ആർക്കും മനസ്സിലാകുന്നില്ല പ്രിയമുള്ളവരെ. നിങ്ങൾ കൂട്ടായ്മയ്ക്ക് എങ്ങനെ നടക്കണമെന്ന് ചോദിക്കണേ. എങ്ങനെ അറിയാം? നിങ്ങൾ പണം പിരിക്കുന്നില്ല എന്നൊക്കെ പറയുന്നു. അപ്പോൾ പണം പിരിക്കുന്നില്ലെങ്കിൽ, പണം ഇല്ലെങ്കിൽ ജീവിതം പണം വേണം. മാനസാന്തരപ്പെട്ട പേഴ്സാണ് വേണ്ടത്. ഞാൻ കൃത്യമായിട്ടും അറിയാം, നമ്മൾ ആരെങ്കിലും കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു രൂപ നമ്മൾ ചെലവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ മാനസാന്തരപ്പെട്ടവരായിട്ട് ചെയ്താൽ മാത്രമേ അതിന് ഗുണം കിട്ടത്തുള്ളൂ. ഇതെപ്പോഴും ഓർത്തിരുന്നണം. ഇല്ലെങ്കിൽ എന്താണെന്നറിയാമോ? വളരെ സിമ്പിളാണ്. മടുത്തോ? ചേച്ചിമാരൊക്കെ ഇങ്ങനെ തലയൊക്കെ താഴാൻ തുടങ്ങിയിട്ടുണ്ട്. ദേവാലയത്തിൽ എന്ന് പറഞ്ഞാൽ പല അസുഖങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. ഈ ഞായറാഴ്ച കുറച്ച് സമയം കിടക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും നിങ്ങൾ വരുന്നത്. എന്നാലും നിങ്ങൾ ദൈവവചനത്തിന് കീഴിൽ വരുമ്പോൾ നിങ്ങൾക്ക് അതിനുള്ള പുണ്യം കിട്ടും കേട്ടോ. ഇരുന്ന് ഉറങ്ങിയാലും കുഴപ്പമില്ല. ജസ്റ്റ് എത്രയോ പ്രാവശ്യം നമുക്ക് പറയാം, കുഞ്ഞു കുട്ടികൾ അവരെ കൊണ്ടുവന്ന് മുലവടിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിലും മടിയിൽ കടത്തിക്കോ. അവർ വചനം അവരുടെ ചെവിയിലൂടെ കേൾക്കുന്നത് അവർക്ക് പ്രയോജനം കിട്ടുമെന്നാണ്. നമ്മൾക്ക് ദേവാലയത്തിൽ പ്രാർത്ഥിച്ച രണ്ടുപേരുടെ കഥ അത് ഞാൻ പറഞ്ഞ കാരണം ഏതാ? ആ പരീശൻ പറയുന്ന പ്രാർത്ഥനയെല്ലാം സത്യമാട്ടോ. ഒറ്റ നുണ പറഞ്ഞിട്ടില്ല അവൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
അവൻ പറഞ്ഞില്ലേ ഞാൻ ഉപവസിക്കും, അത് വചനഭാഗമല്ല, നിങ്ങൾക്കറിയാം, അതൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ പതാരം കൊടുക്കുന്നുണ്ട് കൃത്യമായിട്ടും. പ്രധാനം പറഞ്ഞാൽ 10-1, എൻ്റെ ആദായത്തിൻ്റെ 10-1 ഞാൻ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവനെ നോക്കിയിട്ട് പറയുന്നത്, അവനെ പോലെ ഒന്നുമല്ല ഞാൻ. ആരാ? ഈ ടാക്സ് കളക്ടർ, ചുങ്കക്കാരനെ പോലെ അല്ല അന്ന് പറഞ്ഞ് അവൻ്റെ പ്രാർത്ഥന കേട്ടോ? യേശു തമ്പുരാൻ തന്നെ പറഞ്ഞതാണ്, നോക്കിയിട്ട് പറഞ്ഞതാണ്. ഇവരിൽ ആരാണ് ഏറ്റവും കൂടുതൽ അവൻ നുണ പറഞ്ഞെന്ന് പറഞ്ഞില്ലേ യേശുപ്പ? നീതീകരിക്കപ്പെട്ടു പോകണമെങ്കിൽ നമ്മൾ മാനസാന്തരമുള്ളവരാകണം. നമ്മൾ മാനസാന്തരമുള്ളവരാണെങ്കിൽ, അതുകൊണ്ടാണ് ആ കൂട്ടായ്മയിലെ ആ ശ്ലോകം ഉള്ളത്, പൈസ ഇല്ലെന്നും പറഞ്ഞ് ദൈവവേല മുടങ്ങത്തില്ല. വിശുദ്ധന്മാരില്ലെങ്കിൽ ദൈവവേല മുടങ്ങും. വിശുദ്ധന്മാരുണ്ടെങ്കിൽ അപ്പം ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ, ഇത് നമുക്കെല്ലാം അറിയാം, എന്നാലും ഞാൻ ഓർക്കുക, നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാനൊരു ആർഗ്യുമെൻ്റ് വേണമല്ലോ. അപ്പോൾ നിങ്ങളുടെ കൂട്ടായ്മ പൈസ ഇല്ലാതെയാണ് നടക്കുന്നത്, ആ മൈക്കും ബാക്കി ഹോളൊക്കെ മേടിക്കുന്നതിനൊക്കെ നിങ്ങൾ വാടക കൊടുക്കണ്ടേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാവുന്ന ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. എനിക്ക് 2 പെങ്ങന്മാരുണ്ടെന്ന് വിചാരിക്കുക. ഒരു പെങ്ങളും അളിയനും പിള്ളേരും എല്ലാം കൂടെ എൻ്റെ വീട്ടിലേക്ക് വന്നു. എനിക്ക് ഭയങ്കര സ്നേഹമാണ് അവരോട്. അവർ വന്നപ്പോഴത്തേനും സർപ്രൈസ് ഓടി നടന്നു. ഒരിടത്തു നിന്ന് മട്ടൺ മേടിക്കുന്നു, പിന്നെ ചിക്കൻ മേടിക്കുന്നു, അതിനിടയ്ക്ക് അത് കൊണ്ടിരുന്നു, ഇത് കൊണ്ടിരുന്നു, എല്ലാം സദ്യ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് സദ്യ ഒരുക്കി. ആർക്കാ? ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ പെങ്ങളും അളിയനും കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്, മരുമക്കൾക്കും വേണ്ടി ഞാൻ നല്ലതായിട്ട് സദ്യ ഒരുക്കി. എന്നിട്ട് നിർബന്ധിച്ച് അവരെ ഇന്ന് പോകരുതെന്ന് പറഞ്ഞ് അവരുടെ ചെരുപ്പും അതും ഇതൊക്കെ ഒളിച്ചു വെച്ച് അവർക്ക് എങ്ങനെയോ അവർക്ക് ഞാനെല്ലാം സദ്യ ഒരുക്കി. അവർ പോകാൻ നേരത്ത് ഞാൻ വാതിലിന് അവിടെ നിന്നിട്ട് പറയുമോ, ദേ ചിക്കൻ മേടിച്ച വകയിൽ ഒരു 100 രൂപ തന്നിട്ട് പോണേ, ഇല്ലെങ്കിൽ മട്ടൺ മേടിച്ച വകയിൽ ഒരു ഇച്ചിരി കോൺട്രിബ്യൂഷൻ തന്നിട്ട് പോണേന്ന് ഞാൻ പറയുമോ? പക്ഷെ ചിലവായിട്ടില്ലേ? ചിലവ് എന്തുകൊണ്ട് ചിലവ് ചെയ്തു? ആര് ചിലവ് ചെയ്തു? ഞാൻ എൻ്റെ പെങ്ങളോടുള്ള സ്നേഹം കൊണ്ട് ചെയ്തു. അത് അവർ തന്നാൽ പോലും ഞാൻ മേടിക്കത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇതുപോലെയാണ് മാനസാന്തരപ്പെട്ട ദൈവമക്കൾ. ദൈവമേ, നിൻ്റെ ഈ സൗജന്യമായ രക്ഷ അനേകം മക്കൾ കേൾക്കണം എന്നുള്ള ആർത്തി കൊണ്ട് അവർ സദ്യ ഒരുക്കുവാണ്. പ്രിയമുള്ളവരെ, ഇതൊരു സദ്യയാണ്. ഞാൻ പറയില്ലേ, ഇതൊരു കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ ഇതൊരു വചന വിരുന്നാണ്. ഒരുക്കുവാണ്. ഒരുക്കുന്നവർക്ക് ചിലവുണ്ട്. അതുകൊണ്ട് ആരെങ്കിലും ഇതിന് ചിലവുണ്ടല്ലോ, എന്നാൽ എൻ്റെ കൊണ്ട് ഒരിച്ചിരി ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മാനസാന്തരമില്ലാതെ നിങ്ങൾ എന്ത് ചെയ്താലും അത് പ്രയോജനം കിട്ടിയല്ല. അത് ഇൻഫാക്റ്റ് അത് ശിക്ഷയാവുള്ളൂ. മാനസാന്തരമില്ലാതെ, അതറിയാമല്ലോ, അത് എപ്പോഴും ബാക്കിയുള്ളവർ പറഞ്ഞ് പേടിപ്പിക്കുന്ന പോലെയല്ല. ഇത് നമ്മൾ കൂട്ടായ്മയിൽ നമുക്ക് പരിശുദ്ധാത്മാവ് തരുന്ന വെളിവാണ്. അനന്യാസും സഫീറയ്ക്കും സംബന്ധിച്ച കാര്യം എപ്പോഴും ഓർത്തിരിക്കണം. ഇത് അനന്യാസും സഫീറിനെ കഥ പറയുന്നത് ആരെന്നറിയാവോ? ശരിക്കും ഞാൻ ഒത്തിരി ധ്യാനങ്ങൾക്കൊക്കെ പോയിട്ടുണ്ട്. ക്രിട്ടിസൈസ് ചെയ്യുന്നതല്ല, അവിടെ ധ്യാനം നടത്തുന്ന ധ്യാന ഗുരു ഒരു ദിവസം ഇന്ന ദിവസം കാണിക്കെടുക്കുമെന്ന് പറയും. ആ കാണിക്കെടുക്കുന്നതിന് മുന്നം ഈ അനന്യാസിനെ സഫീറെ കഥ പറഞ്ഞ് പേടിപ്പിക്കും. അപ്പം 100 രൂപ ഇടാനുള്ളവൻ 500 രൂപ 1000 രൂപ എടുത്തിടും. മനസ്സിലാവുന്നുണ്ടോ? പേടിപ്പിക്കുക. പേടിപ്പിക്കുന്ന സുവിശേഷമല്ല. ഞാൻ പറയുന്ന അനന്യാസിനെ സഫീറയും കഥ നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചേക്കണം. ഞാനീ പറഞ്ഞ ഈ ആദ്യത്തെ എക്സ്പ്ലനേഷൻ്റെ കൂടെ പോകുന്ന എന്ന് പറഞ്ഞാൽ, മാനസാന്തരപ്പെടാതെ നിങ്ങൾ പൈസ ചെലവ് ചെയ്താൽ അതിന് കർത്താവ് കൂട്ടു നിൽക്കുകയില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അനന്യാസൻ സഫീർ എന്ന്, അതിന് മുന്നേ ബർണബാസ് എന്ന് പറഞ്ഞ ഒരുത്തൻ ഭയങ്കര സ്വത്തുകാരനാണ്. അത് നമുക്ക് ഐതിഹ്യം വായിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ജെസയോസിൻ്റെ കഥയൊക്കെ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അവൻ ആദ്യമേ യേശുപ്പയുടെ അടുക്ക വന്ന അതേ യുവാവാണ്. അന്നേരം അവനിൽ ഒത്തിരി സ്വത്തുണ്ടായിരുന്നു. നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് ദാനം ചെയ്യാൻ പറഞ്ഞപ്പോൾ അവൻ സങ്കടത്തോടെ പോയി എന്ന് പറഞ്ഞാൽ അതേ യുവാവാണ്. അത് കഴിഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കഴിഞ്ഞ് ഈ സ്ലീഹന്മാരുടെ കൂടെ വന്ന യുവാവാന്ന് പറയുന്നു. ഏതാണെന്നറിയോ? അവനെല്ലാം വിറ്റ് എല്ലാം പൊതുസ്വത്തായിട്ട്. നിങ്ങൾക്കറിയാമല്ലോ, പ്രിമിറ്റീവ് ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ, നമ്മുടെ ആദ്യത്തെ ക്രിസ്ത്യാനിറ്റി, അന്നത്തെ ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ അവരെ നോക്കിയാണ് ക്രിസ്ത്യാനികളെന്ന് പേര് വന്നത്. അതൊക്കെ അറിയാമല്ലോ. അന്ത്യോക്യയിലെ എല്ലാം കോമൺ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അവരെ നോക്കിയാണ് അത് ആരാന്ന് ചോദിച്ചപ്പോൾ ക്രിസ്ത്യാനികളെന്ന് പറഞ്ഞത്. അപ്പം ഇത് പൊതുസ്വത്തായിട്ട് അങ്ങ് കൊടുത്തു, എല്ലാവർക്കും വേണ്ടി കൊടുത്തു. അപ്പം ബർണബാസിന് ഒരു സ്ഥാനം കിട്ടി അവിടെ. മനസ്സിലാവുന്നുണ്ടോ? അവിടെ ഒരു നല്ലൊരു റോൾ മോഡൽ, നല്ലൊരു യുവാവോ, തനിക്കുള്ളതെല്ലാം കൊണ്ട് അങ്ങനെ കുറേ പേര് കൊണ്ടു കൊടുക്കുന്നവർക്കെല്ലാം സഭയിൽ ഒരു പ്രത്യേക ഒരു എന്നാ പറഞ്ഞാൽ ഒരു സ്ഥാനം, ഒരു വില കിട്ടുന്നതൊക്കെ ഈ അനന്യാസും സഫീറയും കണ്ടു. അവർ കെട്ടിയനും കുട്ടികളും കൂടെ വൈകുന്നേരം ദൈവത്തോടു കൂടെ ഒരു മനസ്സോടെ നിന്നില്ലെങ്കിൽ സാത്താനും ഒരു മനസ്സിന് വേണ്ടി വരും കേട്ടോ. അത് ഓർത്തോണം. സാത്താനാണ് അവരെ മനസ്സ് തട്ടിച്ചെടുത്തത്. ഇരുന്ന് അവരും സ്വത്ത് വിറ്റു. വിശ്വാസം ഇല്ലെന്ന് പറയാൻ കാരണം എന്നാണെന്നറിയോ? ഇത് ശരിക്കും ശ്രദ്ധിച്ചോണം.
സ്വത്ത് വിറ്റു. അവരുടെ അല്ലായിരുന്നോ സ്വത്ത്? പത്രോസിലെ കൃത്യമായിട്ടും പറയുന്നുണ്ട്, നിന്റെ അല്ലായിരുന്നോ അത് മുഴുവൻ? അതെ, സ്വത്ത് അവരുടെ ആയിരുന്നു. സ്വത്ത് അവർ വിറ്റു. ഓക്കെ, നല്ല കാര്യം. അതിൽ ഒരംശം എടുത്തു വെക്കുവാനായിട്ട് ഇവർ രണ്ടുപേരും കൂടെ ഗൂഢാലോചന നടത്തിയത് എന്തിനാ? ഇവർ അപ്പം ഈ സ്വത്ത് കൊണ്ടുപോയി കൊടുക്കുന്നത്, അത് നമുക്ക് കുറച്ച് സ്ഥാനമാനമൊക്കെ കിട്ടും, നമുക്ക് കുറച്ച് വലിയ പുള്ളികളാകാം. പിന്നെ അവിടെ തികയാതെ വന്നു കഴിഞ്ഞാൽ കുറച്ച് നമ്മൾ എടുത്തു വെച്ചേക്കാം, നമുക്ക് ഇരുന്നോട്ടെ. ദൈവത്തിൻ്റെ പരിപാലനയിൽ ഉറച്ച വിശ്വാസം ഇല്ലാതെ പോയത് കൊണ്ടാണ്. മനസ്സിലാകുന്നുണ്ടോ? ഇതെല്ലാം വിറ്റ് കഴിഞ്ഞാൽ എന്നാ ചെയ്യും? ഒരു വെടിക്ക് മരുന്ന്, നമ്മുടെ പണ്ട് കാരണന്മാർ പറയും, ഒരു വെടിക്ക് മരുന്ന് കയ്യിലിരുന്നോട്ടെ അന്ന് ചിന്തിക്കുന്ന ഒരു മനോഭാവം, അത് പൂർണ്ണമായ വിശ്വാസമല്ല പ്രിയമുള്ളവരെ, പൂർണ്ണമായ വിശ്വാസമല്ല. അതുകൊണ്ടാണ് അനന്യാസും സഫീറയും മരിച്ചു വീണത്. അല്ലാതെ പത്രോസ്ലീഹ അവരോട് നിങ്ങൾ തന്നത് കുറഞ്ഞു പോയി എന്ന് പറഞ്ഞ് ശപിച്ചിട്ട് മരിച്ചതല്ല. എത്രയോ ആൾക്കാർ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. അല്ല, ഒരിക്കലും അല്ല. പത്രോസ് പരിശുദ്ധാത്മാവിനോട് അവർ കള്ളത്തരം കാണിച്ചത് കൊണ്ടാണ്. പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവരിലും ഒരുപോലെ വസിക്കുന്ന സ്നേഹത്തിൻ്റെ ആത്മാവിനോട് കപടതയുടെ ഒരു ആത്മാവ് പ്രവേശിച്ചപ്പോൾ ആ കപടതയുടെ ആത്മാവ് അവരെ കൊന്നത്. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പെറുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ പ്രസവിക്കുന്നു. അല്ലേ? അതുപോലെയാണ് ഇത്. കുറച്ച് നമ്മുടെ കയ്യിൽ ഇരുന്നോട്ടെ എന്ന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ കൂട്ടായ്മയിൽ നമ്മൾ ദൈവവേല ചെയ്യുമ്പോൾ, ഇല്ലെങ്കിൽ കൂട്ടായ്മയിൽ ശരിക്കും നിങ്ങൾ അധ്വാനിച്ചു, ശരിക്കും ദൈവത്തോട് നന്ദി പറഞ്ഞ് സ്തുതിക്കാനായിട്ടുള്ള വകയുണ്ട്. ഈ കണ്ണൂർ പട്ടണത്തിൽ അത്ഭുതകരമായിട്ട് കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരു കൺവെൻഷൻ നടത്താനായിട്ട് കർത്താവ് കൃപ തന്നു. അതുപോലെ തന്നെ ഈ ഫസ്റ്റ് സൺഡേ മീറ്റിങ്സ്, അതുപോലെ തന്നെ നമ്മുടെ ചേട്ടായി അനൗൺസ് ചെയ്തു, അടുത്ത മാസം കൺവെൻഷൻ നമുക്കിവിടെ മാസയോഗ ഇല്ല, ഫസ്റ്റ് സൺഡേ മീറ്റിംഗ് ഇല്ല, അത് ഈസ്റ്ററാണ്. പക്ഷേ 8-ാം തീയതി മുതൽ 12-ാം തീയതി വരെ നമ്മുടെ ഏറ്റവും വലിയ കൺവെൻഷനാണ്, സെൻട്രൽ കൺവെൻഷൻ. ദാറ്റ് ഈസ് ദ ഇൻ്റർനാഷണൽ കൺവെൻഷൻ. 5 വൻകരകളിലുള്ള ദൈവമക്കൾ എല്ലാവരും കൂടെ വന്ന് ഒരു മനസ്സോടെ ദൈവത്തെ ആരാധിക്കുന്ന ദിവസങ്ങളാണ്. അത് തുടങ്ങിക്കഴിയുമ്പോൾ തീരാറാവത്തിന് സങ്കടം എല്ലാവർക്കും, അയ്യോ തീർന്നു പോയല്ലോ എന്നും പറഞ്ഞ്. ആ വലിയ ഒരു സംരംഭത്തിൽ നിങ്ങളെല്ലാവരും പങ്കുചേരുവാനായിട്ട് നിങ്ങൾ പരിശ്രമിക്കണം എന്നും ഞാൻ നിങ്ങളോട് സ്നേഹത്തോടെ വിനയത്തോടെ ഞാൻ അപേക്ഷിക്കുകയാണ്. സെക്കൻഡ് സാറ്റർഡേ മീറ്റിങ്സിന് പോകുന്നതിനും ഒക്കെ ഇവിടെ ദൈവമക്കൾ നിങ്ങൾക്ക് സൗകര്യമൊരുക്കുന്നുണ്ട്. ആർക്കെങ്കിലും പോകുവാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ തന്നെ പേര് കൊടുത്തു കഴിഞ്ഞാൽ അതിനുവേണ്ട എല്ലാ സജ്ജീകരണങ്ങളും അവർ ചെയ്തു തരും. അതാണ് ദൈവസ്നേഹം. ഓക്കെ, നമുക്ക് അതിനോടനുബന്ധിച്ച് തന്നെ നമുക്ക് ഒരു വചനഭാഗം നമുക്ക് വായിക്കാം. ഞാൻ കഴിഞ്ഞ സൺഡേ കൺവെൻഷൻ പറയാൻ നേരത്ത് ഒരു പാരഡോക്സ് പറഞ്ഞായിരുന്നു. എന്ന് പറഞ്ഞാൽ ക്രിസ്തീയ ജീവിതത്തിനകത്ത് ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്ക് ശരിയായിട്ടും നമ്മുടെ ഉള്ളിൽ പോവുകയില്ല. അതിൽ രണ്ടാമത്തെ കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. മത്തായി 6:33, മുന്നമേ നിങ്ങൾ എൻ്റെ രാജ്യവും എൻ്റെ നീതിയും അന്വേഷിക്കും, ബാക്കി ഇതെല്ലാം നിങ്ങൾക്ക് തരും. എന്ന് പറഞ്ഞാൽ എന്നാ, നിങ്ങൾ ഈ ഓടി നടന്ന് ഒന്നും ഉണ്ടാക്കാൻ പോകണ്ട, കൃഷിയോ ബിസിനസ്സോ അല്ലെങ്കിൽ ബാക്കി ഇൻഡസ്ട്രീസോ ബാക്കി കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അതേപോലെ എടുക്കരുത്. നിങ്ങളുടെ ഈ വ്യഗ്രത, അയ്യോ എങ്ങനെ പണം ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ മുന്നമേ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിച്ച് കഴിഞ്ഞാൽ അതോടുകൂടി ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടും. അതാണ് പറയുന്നത്. അതിൻ്റെ ജീവനുള്ള സാക്ഷികൾ ഇതിലൂടെ എല്ലായിടത്തൂടെ ഉണ്ട്. കൂട്ടായ്മയിൽ എല്ലായിടത്തും നമുക്ക് കാണാൻ പറ്റും. ഞാൻ ഓർക്കും, ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ഒത്തിരി പണം എന്ന് പറഞ്ഞ് മാത്രം ഉണ്ടാക്കി നഷ്ടപ്പെട്ടു പോവാം. പ്രിയമുള്ളവരെ, ഉണ്ടോ ഇല്ലയോ? എത്ര വേണേലും നിങ്ങൾക്ക് ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. എത്ര വേണേലും. ഈ ഇടയ്ക്ക് ഞാൻ പേര് പറയുന്നില്ല, അവരുടെയൊക്കെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞാൽ അവരുടെ പേര് നമ്മളെന്തിനാ പറയുന്നത്. പക്ഷേ റോൾസ് റോയ്സ് കാറുകളും, കോടികളുടെ കാറുകളും, 1 അല്ല 2 അല്ല 12 കാറുകളും, സ്വന്തം വിമാനവും, കോടിക്കണക്കിന് സ്വത്തും ഉള്ളവരെല്ലാം ഒരു വെടിയുടെ ഉണ്ട കൊണ്ട് ആയുസ് തീർക്കുന്നു. ഹോളിവുഡിലെ വലിയ വലിയ നടന്മാരും നടിമാരും ആത്മഹത്യ ചെയ്തേക്കണേ. അവർക്ക് പൈസയുടെ കുറവല്ല, ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കി. അവർക്ക് ജീവിതം അത്. പക്ഷേ ദൈവത്തെ അന്വേഷിച്ച് നടന്ന, ഫോർ എക്സാമ്പിൾ, ആദ്യം ദൈവത്തോട് പ്രാർത്ഥിച്ച ആളാരാ? സോളമൻ്റെ അവസാന കാലം നോക്കണ്ട. തുടക്കം നല്ലതാണെങ്കിൽ അവസാനം നല്ലതാവണം. നല്ലതല്ലെങ്കിൽ പിന്നെ സ്വർഗത്തിൽ പോയല്ല, അത് വിഷയം വരെ. ബാക്കി കാര്യങ്ങൾ കർത്താവും സോളമനുമായിട്ട് തീർത്തോളൂ, എനിക്കറിയത്തില്ല. പക്ഷേ സോളമൻ ആദ്യമേ ദൈവത്തിൻ്റെ നീതി, ജ്ഞാനമാണ് ദൈവത്തോട് ചോദിച്ചത്.
പക്ഷേ ദൈവം എല്ലാം കൊടുത്തില്ലേ? എല്ലാ റിച്ച്നെസ്സും കൊടുത്തു. നമ്മളെപ്പോഴും പാടുന്ന ഒരു പാട്ടുണ്ടല്ലോ, ഏതാ? കരയുന്ന കാക്കയ്ക്കും വയലിലെ റോസയ്ക്കും ഭക്ഷ്യവും ഭംഗിയും നൽകുന്നവൻ, കാട്ടിലെ കാറ്റിലെ മത്സ്യങ്ങൾ എല്ലാം സർവേശനെ നോക്കിയിടുന്നു. എന്താ ആരാ ഇതെല്ലാം കൊടുക്കുന്നേ? ദൈവം എല്ലാവർക്കും കൊടുക്കും. ബ്യൂട്ടിഫുൾ അല്ല, ദൈവത്തിൻ്റെ നീതി പറഞ്ഞു, ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്നവർക്കെല്ലാം ദൈവം എല്ലാം കൊടുക്കും. അതാണ്, നിങ്ങൾ ദൈവത്തിന് വേണ്ടി നഷ്ടപ്പെട്ടത് നിങ്ങൾ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ ദൈവം നിങ്ങൾക്കെല്ലാം അത് ദൈവം ആർക്കും കടക്കാരനാകാതെ പത്തരട്ടിയായിട്ട് കൊടുക്കും. അല്ലാതെ നമ്മൾ ഈ ലോകത്തിൽ മാത്രം ആശ വെച്ചുകൊണ്ട് നമ്മൾ ജീവിതം നയിക്കാനായിട്ട് നോക്കിയാൽ ഒരിക്കലും സന്തോഷമോ സമാധാനമോ കിട്ടുകയില്ല. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ഒരു കിളീനെ ഇങ്ങനെ പറന്ന് വിടുന്നതാണോ അതിന് സന്തോഷം? അതിനെ ഒരു കൂട്ടിലിടുന്നതാണോ സന്തോഷം? അതിനെ ഫ്രീ ആയിട്ട് വിടുന്നതല്ലേ സന്തോഷം? അല്ല, അതിനോട് പറയുക, നിനക്ക് ഞാൻ സ്വർണത്തിൻ്റെ കൂടുണ്ടാക്കി അതിനകത്ത് നല്ല നല്ല ഇത് വജ്രവൈഡൂര്യങ്ങളുടെ മുത്ത് അലങ്കാരാക്കി വെക്കുക എന്നുള്ള അതിന് സന്തോഷം ഉണ്ടാവുമോ? സന്തോഷം ഉണ്ടാകില്ല. അപ്പം സന്തോഷം, പണം സന്തോഷം തരികയില്ല. ഇത് കൂട്ടായ്മയിൽ പറയുന്നതല്ല, ഇത് യഥാർത്ഥത്തിൽ ദൈവവചനമാണ്. ഓക്കെ, നോഹേനെ പറ്റി നമുക്ക് അതിൻ്റെ അകത്ത് ചിന്തിക്കാം. നോഹേനെയും ലോത്തിനെയും കൂടെ ഒന്നിച്ച് ചിന്തിക്കാൻ ഞാൻ ആഗ്രഹിക്കും കേട്ടോ. അത് വളരെ ഒരു ബ്യൂട്ടിഫുൾ രണ്ട് ക്യാരക്ടേഴ്സാണ്. എല്ലാവർക്കും അറിയാവുന്നതായതുകൊണ്ട് ഇതൊരു അനാലിസിസ് ആയിട്ട് നിങ്ങൾ എടുക്കുക. അപ്പം ദൈവം നമുക്ക് തരുന്ന ഒരു ചിന്തയായിട്ട് ചിന്തിക്കുക. എനിക്കെപ്പോഴും ഓർക്കും, ആരെങ്കിലുമൊക്കെ നിങ്ങൾ ഇടയ്ക്ക് ഏറ്റുനിന്ന് എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒരു നല്ല രീതിയിൽ നമുക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റുമോ എന്നും കൂടെ ചോദിക്കും. എന്ന് പറഞ്ഞാൽ ദൈവവചനമല്ലേ ഇത്. ദൈവവചനം നമുക്ക് ചില സമയത്ത് എനിക്ക് സംശയങ്ങളുള്ളതിന് ഞാൻ അതും വെച്ചുകൊണ്ട് കേട്ടുകഴിഞ്ഞാൽ സംശയാത്മാ വിനശ്യത്തി എന്ന് സംസ്കൃതത്തിലൊരു ഗാഥയുണ്ട്. സംശയാത്മാ വിനശ്യത്തി, സംശയം അകത്തുണ്ടെങ്കിൽ നശിച്ചു പോവുള്ളൂ. അപ്പം വിശ്വാസത്തിന് വേണ്ടിയിട്ട് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക. നോഹയ്ക്ക് അരുളപ്പാട് ഉണ്ടായല്ലേ, ഈ ലോകം നശിപ്പിക്കാൻ പോവുക, ഞാൻ വെള്ളപ്പൊക്കം കൊണ്ട് നശിപ്പിച്ച് കളയാൻ പോവുകയാണ്. യേശുപ്പ പറഞ്ഞു അല്ലേ, അരുളപ്പാടുണ്ടായി. 120 വർഷം പ്രസംഗിച്ചുകൊണ്ട് നടന്നു, നീതി പ്രസംഗി എന്ന് പറയുന്നത് അല്ലേ. യേശുപ്പ ഇവനോട് പെട്ടകം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. പെട്ടകം എങ്ങനെ ഉണ്ടാക്കണമെന്നെല്ലാം പറഞ്ഞു കൊടുത്തു അല്ലേ. അതിൻ്റെ അളവും നീളവും എല്ലാം കൃത്യമായിട്ട് തന്നെയാണ് നോഹ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. യേശുപ്പ പറഞ്ഞോ, എവിടുന്ന് പൈസ എടുക്കണം, ആരുടെ നിന്നൊക്കെ പൈസ പിരിക്കണം, എങ്ങനെയൊക്കെ നീ എവിടെയൊക്കെ പോയിട്ട് പൈസ ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? എവിടെയെങ്കിലും ഉണ്ടോ? വചനത്തിനകത്തുണ്ടോ? ഇല്ല. നോഹ വലിയ റിച്ച് പേഴ്സൺ ആയിരുന്നെന്നാണ് ഞാൻ ഓർക്കുന്നത്. ഭയങ്കര പൈസക്കാരനായിരുന്നു. ആ പൈസ എല്ലാം, ഈ അധ്വാനവും എല്ലാം, ഈ മരം മേടിക്കാനും മരം വെട്ടാനും ആശാരിമാർക്കും അത് പണിയുന്നവർക്കും എല്ലാം ഇവൻ കൊടുത്ത് തീർത്തോണ്ടിരിക്കും. 3 ആൺപിള്ളേരും ഉണ്ട്. അവർ നോക്കുമ്പോൾ ഈ അപ്പൻ രാവിലെ അവരും അവരുടെ കൂടെ പണിയും. ഈ പണിതൊക്കെ അപ്പൻ എങ്ങോട്ടാണ് കൊണ്ടുവരുന്നത്? പെട്ടകം പണിയുക. നമ്മളും പെട്ടകം പണിയാണ് പ്രിയമുള്ളവരെ. അവിടെ എവിടെയൊക്കെ ഉള്ള പെട്ടകങ്ങളല്ല, സ്വർഗത്തിലേക്ക് പോകുവാനായിട്ടുള്ള പെട്ടകം നമ്മളും പണിയണം. പെട്ടകം പണിതുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ ഓർക്ക്, ഈ മക്കൾ റെബലായില്ലേ, അപ്പം ഇതിങ്ങനെ ഈ പൈസ എല്ലാം കൂടെ മുടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നെക്സ്റ്റ് തലമുറയ്ക്ക് എന്ത് ചെയ്യും? അപ്പം ഈ പെട്ടകം എന്ന് പറഞ്ഞ് ഒരിക്കലും കാണാത്ത മഴയും ഇത് ഒന്നും നമ്മൾ കണ്ടിട്ടില്ല ഇതുവരെ. അതിനിടയ്ക്ക് വെള്ളപ്പൊക്കം വരുന്നു. ഇല്ല. എന്തിനു മക്കൾ റെബലായില്ല പറയാവോ? എന്തിനെന്നറിയാവോ? അപ്പം ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. സ്ട്രിക്റ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെ? അപ്പം പറയുന്ന പോലെ ജീവിച്ച് കാണിക്കുന്ന ആളാണ്. നമുക്ക് പറയാലേ, പ്രാക്ടീസ് വാട്ട് യു പ്രീച്ച് ആൻഡ് പ്രീച്ച് വാട്ട് യു പ്രാക്ടീസ്. പറയുന്നത് മാത്രമേ പ്രസംഗിക്കാവുള്ളൂ. പ്രസംഗിക്കുന്നത് പോലെ ജീവിക്കണം. പ്രസംഗിക്കുന്നത് പോലെ ജീവിക്കുന്ന ഒരു നോഹേനയാ ഈ മക്കൾ കാണുന്നത്. പ്രാർത്ഥനയും അധ്വാനവും അതിനുവേണ്ടി ഓടി നടക്കുന്നതും അവരവരെല്ലാം എല്ലാം നോക്കിക്കൊണ്ടിരിക്കുക. അതിനിടയ്ക്ക് ഇവർക്ക് കല്യാണപ്രായ ആയപ്പോൾ ഇവരെ കെട്ടിക്കുകയും ചെയ്തു. അപ്പൻ കൃത്യമായിട്ടും എല്ലാ കടമകളും നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ വന്ന 3 പെണ്ണുങ്ങളും പേടിച്ച് ഇരിക്കുകയാണ്. അപ്പൻ്റെയും ഈ മക്കളുടെയൊക്കെ ജീവിതം അവർക്കൊരു റോൾ മോഡലാണ്. ഇല്ലെങ്കിൽ പെട്ടകത്തിൽ കയറിക്കോ എന്ന് പറയുമ്പോൾ ഇവർ കയറിയല്ല. അപ്പം വേണം കയറിക്കോ. ഈ ലോകമൊക്കെ വിട്ട് എങ്ങോട്ടായി പോണേ? എന്ത് രസമാണ് ഈ ലോകം കാണാൻ. ഈ പെട്ടകത്തിനകത്ത് പോയാൽ കുറേ കാട്ടുമൃഗങ്ങളും കുറേ പക്ഷികളും വിഷജന്തുക്കളും എല്ലാം കൂടെ കയറ്റി വിട്ടിട്ടുണ്ട് അപ്പൻ. അതിൻ്റെ കൂടെ നമ്മളും കൂടെ പോയി ജീവിക്കണ്ടേ? അന്ന് കുറേ ഇല്ല, ഒരു ചിന്തകളും ഇല്ല, ഒരു ചിന്താക്കുഴപ്പമില്ല. കൃത്യമായിട്ട് പെട്ടകത്തിൽ കയറിയവർ.
ഓക്കെ, എല്ലാവരും പൊട്ടന്മാരാന്ന് വിചാരിച്ചു. ആര്? നോഹയും നോഹയുടെ മക്കളും ആ ലോകത്തിലേക്കും വലിയ വിഡ്ഢികളാണെന്ന് ചിന്തിച്ചു. പക്ഷേ വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞപ്പോൾ ഓരോരുത്തരും പറയാൻ തുടങ്ങി, എന്നാ, ഓ ഇവർ മാത്രമാണ് ബുദ്ധിയുള്ളവരെന്ന്. മനസ്സിലാകുന്നുണ്ടോ? ഒരു ദിവസം കർത്താവ് നമ്മളെ തിരിച്ച് വിളിച്ചുകൊണ്ട് പോകുവാനായിട്ട് വരുമ്പോഴുണ്ടല്ലോ, പറന്നു വരുമ്പോൾ അന്നേരം ബാക്കിയുള്ളവർ, ഓ ഇവർ ഈ കൂട്ടായ്മ കൂടി അവരായിരുന്നല്ലോ ശരി എന്ന് അന്നും മനസ്സിലാവും. അതേപോലെ ഒരു ഓപ്പർച്യൂണിറ്റി ലോത്തിനും കിട്ടി. ലോത്തിന് പറ്റിയതിന് അബ്രഹാത്തിൻ്റെ കൂടെ ഇറങ്ങി വന്നവനാ. ഞാനും പോരുവാ വലിയ പാപ്പാന്നും പറഞ്ഞ് പോന്നവനാ. പോന്ന് സുഖമായിട്ട് നടന്നു, നല്ലതായിട്ട് നടന്നു. ലാസ്റ്റ് ഈ പ്രോസ്പെരിറ്റി നോക്കി ഇത് പിന്നെ കൂടാരം മാറ്റി എവിടെ എത്തി? അത് വായിച്ച് നോക്കിയാലേ മനസ്സിലാവുള്ളൂ. അത് മുഴുവൻ വായിക്കാൻ സമയമില്ല. സൊദോം ഗൊമോറയിലെത്തി. പട്ടണവാദത്തിൽ അന്നൊരു ഇപ്പോഴത്തെ കാലത്ത് പറയുകയാണെങ്കിൽ ചിലപ്പം ഡിസ്ട്രിക്ട് കളക്ടറോ ഇല്ലെങ്കിൽ പഞ്ചായത്ത് കണക്ക് പറയുകയാണെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റോ ഒക്കെ ആയിരിക്കും. വലിയ ആളായി, ഇഷ്ടംപോലെ പൈസയായി, എല്ലായി. പക്ഷേ അബ്രഹാത്തിൻ്റെ കൂടെ നടന്നതുകൊണ്ട് അവന് കുറച്ച് എന്നാ ഈ ദൈവത്തിൻ്റെ ഒരു കുറച്ച് ബോധമൊക്കെ ഉണ്ട് അവന്. ദൈവത്തിന് പ്രാർത്ഥനയും അതും ഇതൊക്കെ ഉണ്ട്. പക്ഷെ ഭാര്യയ്ക്കും മക്കൾക്കും ഒക്കെ ഒരു തമാശ പോലെയാണ് തോന്നുന്നു. എന്ന് പറഞ്ഞാൽ ഈ പ്രാർത്ഥിക്കുന്ന പോലെ ജീവിതമില്ല. ജീവിതം ഈ പൊങ്ങച്ചവും ബാക്കി കാര്യങ്ങളും ഈ നഗരവും സ്വതവും ഗോമറയിൽ അവിടുത്തെ പ്രോസ്പെരിറ്റിയും ആ കാര്യങ്ങളൊക്കെയാണ് പുള്ളിക്കാരൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ അബ്രഹാത്തിൻ്റെ സ്പെഷ്യൽ റെക്കമെൻഡേഷൻ കൊണ്ടാണ്, മീഡിയേഷൻ എന്ന് പറഞ്ഞാൽ മധ്യസ്ഥ പ്രാർത്ഥന കൊണ്ടാണ് ഇവനെ രക്ഷപ്പെടുത്തുവാനായിട്ട് ദൂതന്മാർ തീരുമാനിക്കുന്നത്. ദൈവം തീരുമാനിക്കുന്നത്, ഓക്കെ എന്നാൽ ലോത്തിനെ രക്ഷപ്പെടുത്താം, ലോത്തിനെയും കുടുംബത്തെ രക്ഷപ്പെടുത്തിയേക്കാന്ന് പറഞ്ഞ് തീരുമാനിച്ചു. അവർ പോകാൻ പറഞ്ഞിട്ട് പോകുന്നില്ല. ലാസ്റ്റ് കയ്യെ പിടിച്ച് ഇറക്കി വിടുക. ഈ ഇറക്കി വിടുന്നതിന് മുന്നുണ്ടല്ലോ ഇവൻ പോവും. ആര്? ഈ 2 പെൺമക്കളെ ഉണ്ടായിരുന്നേ ലോത്തിന്. അവർ നശിപ്പിച്ച് കളഞ്ഞു കാര്യങ്ങളൊക്കെ. അവർ 2 പെൺമക്കൾക്ക് ചെറുക്കന്മാരെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. കല്യാണമൊക്കെ പറഞ്ഞു വെച്ചേക്കുക, ഉറപ്പിച്ച് വെച്ചേക്കുക. അപ്പം ഈ നാളെ ഇത് നശിക്കാൻ പോവാണല്ലോ, അഗ്നി മഴ പെയ്ത് ഇത് മുഴുവൻ നശിക്കും. അപ്പം ഇവിടുന്ന് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് ലോത്ത് പോയിട്ട് അവന്മാരോട് പോയി പറയും, എടാ മക്കളെ നിങ്ങൾ ഞങ്ങളുടെ കൂടെ പോര്, ഈ പട്ടണം നശിക്കാൻ പോവുക, അഗ്നിവർഷം പെയ്യും, എന്നാ ഗന്ധകമൊക്കെ പെയ്ത് ഇത് മുഴുവൻ കത്തി ചാമ്പലായി പോവും. അത് കാരണം നമ്മളോട് ഓടി രക്ഷപ്പെട്ടോളാൻ പറഞ്ഞേക്കുക. അവർ അമ്മായപ്പൻ ഒരു തമാശ പറഞ്ഞെന്ന് അവർക്ക് തോന്നിയ. എങ്ങനെ തോന്നിയ? അമ്മായപ്പൻ ഒരു തമാശ പറഞ്ഞാന്ന് പറഞ്ഞാൽ അവർ വന്നേയില്ല. എന്തിനാ? നമ്മുടെ ജീവിതം ഒരു തമാശയാകരുത് മറ്റുള്ളവർക്ക്. പ്രിയമുള്ളവരെ, നമ്മൾ ജീവിക്കുന്നത്, നമ്മൾ പറയുന്നത് പോലെ നമ്മൾ ജീവിക്കുകയും നമ്മൾ ജീവിക്കുന്നത് മാത്രം പ്രസംഗിക്കുകയും ചെയ്താൽ മാത്രമേ മറ്റുള്ളവരെ കർത്താവിലേക്ക് അടുപ്പിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. പ്രിയമുള്ളവരെ, അവർ വന്നില്ല. ഭാര്യ ഉപ്പുതുണായിപ്പോയി, പുറകോട്ട് തിരിഞ്ഞ് നോക്കരുതെന്ന് പറഞ്ഞല്ലോ. ലോത്തിൻ്റെ ഒരു ഗതികേട് ചിന്തിച്ചു നോക്കുക. ഭാര്യ ഉണ്ടോന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ ഇവന് ഉപ്പ് തൂണോ അല്ലേ? കൃത്യമായിട്ട് നമ്മളിന്ന് വചനത്തിൽ കേട്ടല്ലോ. അത് പുറകോട്ട് തിരിഞ്ഞു നോക്കാനും പറ്റിയല്ല, പോയി, നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ പ്രിയമുള്ളവരെ, ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. കൊലോസിയർ ചാപ്റ്റർ 3 വേഴ്സ് 2 ഒന്ന് എടുത്തു നോക്കിയേ. നമ്മൾ ഏതിലാണ്? മുന്നമേ എൻ്റെ രാജ്യവും എൻ്റെ നീതിയും എന്ന് പറയുമ്പോൾ കൊലോസിയർക്ക് എഴുതിയ ലേഖനം അധ്യായം 3 വചനം 2. ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകുവാനായിട്ട് ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. ഞാൻ ഈ ഇടയ്ക്ക് വായിച്ചു കേട്ടത്. അത് എങ്ങനെയാണെന്നറിയാം? ഈ റബ്ബർ ബാൻഡൊക്കെ ഉണ്ടല്ലോ, റബ്ബർ ബാൻഡ് നമ്മൾ വലിച്ച നീളുന്ന സാധനം. അതിനെ നമ്മൾ എവിടെയെങ്കിലും ഒരിടത്തേക്ക് ഫിക്സ് ചെയ്ത് അതുകൊണ്ട് നമ്മൾ ബാക്കിത്തെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് അത് നമ്മൾ വലിച്ചുകൊണ്ട് പോയിട്ട് അവിടെ ഇവിടെ ആ കാര്യങ്ങളൊക്കെ ചെയ്ത് വിട്ട് കഴിഞ്ഞ് അങ്ങോട്ട് പോകും. മുകളിൽ നമ്മൾ ഫിക്സ് ചെയ്ത് ആ സ്ഥലത്തേക്ക് തന്നെ പോകും. മനസ്സിലാവുന്നുണ്ടോ? ഒന്നും ഞാൻ പറയാം. റബ്ബർ ബാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ മുറുക്കെ പിടിച്ചേച്ചിട്ട് അതിനെ ഇങ്ങനെ വലിച്ചു കഴിഞ്ഞിട്ട് വേറെ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് അതിനെ വിട്ട് കഴിഞ്ഞാൽ അങ്ങോട്ട് പോകും. എവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട് അവിടെ പോവില്ലയോ? മനസ്സിലായോ? അത് മനസ്സിലായോ? അവിടെ പോവും. നമ്മുടെ മനസ്സ് യേശുവിൽ ഫിക്സ് ചെയ്തിരുന്നാൽ, മുന്നമേ എൻ്റെ രാജ്യവും എൻ്റെ നീതി എന്ന് പറയാല്ലേ, ഓക്കെ, കുഴപ്പമില്ല. കൊച്ചുവർത്താനം അകത്തിരുന്ന് പറയരുത് കേട്ടോ. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കൊച്ചുവർത്താനങ്ങൾ പറയരുത്. കൊച്ചുവർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, സാത്താൻ നിങ്ങളെ തട്ടിക്കൊണ്ട് പോകും. ഞാൻ പറഞ്ഞേക്കാം, ഉള്ള കാര്യം, പേടിപ്പിച്ചതല്ല. എന്ന് പറഞ്ഞാൽ വചനം, നമ്മൾ കർത്താവിൽ നമ്മൾ എങ്ങനെ കേന്ദ്രീകൃതമായിരിക്കണം എന്നുള്ള കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ എന്നാന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ ദൈവത്തോട് നമ്മൾ രാവിലെ ഏറ്റു നമ്മൾ പ്രാർത്ഥിച്ചു,
കുടുംബ പ്രാർത്ഥന ഉണ്ട്. പ്രാർത്ഥിച്ചു കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിപ്പോയി, നമ്മൾ ബിസിനസ്സിന് പോയി, അടുക്കള പണിക്ക് പോയവർ പോയി, കൃഷിപ്പണിക്ക് പോയവർ പോയി, വേറെ പല കാര്യങ്ങളിൽ പോയപ്പോൾ നമ്മൾ ഈശോനെ മറന്നു. അങ്ങനെയല്ല, അതിന് പകരം എന്ന് പറഞ്ഞാൽ ഈ നമുക്ക് പല പല ഉദാഹരണങ്ങൾ പറയാം. നമ്മുടെ മനസ്സെപ്പോഴും അതെങ്ങനെയാണ്, എപ്പോഴും യേശുവിനോട് കൂടെ ഇരിക്കാനായിട്ട് നമുക്ക് ദേവദാസന്മാർ നമുക്കൊരു കാര്യം പറഞ്ഞു തന്നിട്ടുണ്ട്. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, നമ്മളൊരു എല്ലാ കാര്യങ്ങളും അല്ല, ഒരു വചനം ഇപ്പം നമ്മൾ കേട്ടു, ഏത് ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശു തമ്പുരാനാണ് എൻ്റെ സുവിശേഷം. അത് നമ്മൾ ഓർക്കുക, എനിക്ക് വേണ്ടി യേശുപ്പ വന്നു, മരിച്ചു, അത് കഴിഞ്ഞ് ഉയർത്തെഴുന്നേറ്റു, ഇനി എന്നെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് വരും. ഈ ഒരു കാര്യം മനസ്സിൽ കിടക്കുക, അതിനെ അയറിക്കൊണ്ടിരിക്കുക, അത് മനസ്സിലിരിക്കുക. നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുക. ഞാൻ ഒരു കോളേജ് പ്രിൻസിപ്പളായിരുന്നെന്ന് പറഞ്ഞല്ലോ, ഞാൻ മനസ്സാന്തരപ്പെട്ട് കഴിഞ്ഞാൽ പ്രിൻസിപ്പളായത്. അപ്പോൾ ഞാനെങ്ങനെ, എനിക്ക് ഒരു ഫയൽ എന്നൊക്കെ പറഞ്ഞാൽ കുറേ ഒപ്പിടേണ്ടി വരും, മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഓരോ ഒപ്പിടുമ്പോഴും എനിക്ക് മുഖത്ത് സന്തോഷം, എന്താ, ഞാൻ അകത്ത് സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഒപ്പ് നടക്കുന്നുണ്ട്, അകത്ത് സ്തുതി നടക്കും. ആരും അറിയാല്ല. ഇപ്പോൾ അടുക്കളയിൽ നിങ്ങൾ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഈ വചനം നടന്നു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും എവിടേക്കാണ് ലോഗിനായി കിടക്കുന്നത്, ആ റബ്ബർ ബാൻഡ് അവിടെയാണ്. നമ്മൾ ഏത് പണി ചെയ്ത് വിട്ടാലും പിന്നെ എവിടെ പോയി നിൽക്കും? കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പോയി നിൽക്കും. എപ്പോഴും നമ്മുടെ മനസ്സ് എപ്പോഴും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നിൽക്കും. അതിന് പകരം ഭൂമിയിലാണെങ്കിലോ, ഭൂമിയിലെ കാര്യങ്ങളിലാണെങ്കിലോ, പള്ളിയിൽ പോകുമ്പോൾ മാത്രം ഇച്ചിരി നേരം ദൈവകാര്യം, പിന്നെ നമ്മൾ അത് മറന്നു. പിന്നെ റബ്ബർ ബാൻഡ് എങ്ങോട്ടാണ് വലിച്ചുകൊണ്ട് പോകുന്നത്? നമ്മളെ ഭൂമിയുടെ നമ്മുടെ മെറ്റീരിയൽ തിങ്സിന് വേണ്ടിയിട്ടാണ്. ഇല്ലെങ്കിൽ ധ്യാനം കേൾക്കാൻ പോയി ഇച്ചിരി നേരം, അത് കഴിഞ്ഞ് പിന്നെ വിട്ട് കഴിഞ്ഞാൽ റബ്ബർ ബാൻഡ് അവിടെ പോയി, പിന്നെയും ഭൂമിയുടെ കാര്യത്തിലേക്കാണ് പോകുന്നത്. ഇല്ലെങ്കിൽ വചന ശുശ്രൂഷയ്ക്ക് പോയി, പിന്നെയും വിട്ട് കഴിഞ്ഞാൽ അങ്ങോട്ട് പോകും, പിന്നെ ആ കാര്യത്തിലേക്ക് പോകും. അതുകൊണ്ട് നിങ്ങൾ എങ്ങോട്ടാണ്? ഉയരത്തിലേക്ക് തന്നെ, നിങ്ങൾ ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിനെന്ന് പറയാനുള്ള കാരണം, നമ്മുടെ ചിന്തയും നമ്മുടെ മനസ്സും എപ്പോഴും എന്ന് പറഞ്ഞാൽ, സാറേ അങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുമോ? ആരാ പറഞ്ഞേക്കണേ? നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാം, ജോലി ചെയ്യാം, നമുക്ക് കാർ ഓടിക്കാം, നമുക്ക് നല്ല വീടുകൾ പണിയാം, നല്ല ഡ്രസ്സുകൾ ഇടാം, ആഭരണങ്ങൾ. ആരും ഇതൊന്നും വേണ്ടെന്ന് പറഞ്ഞ് ഇതൊന്നും പറിച്ചു കഴിഞ്ഞാലൊന്നും സ്വർഗത്തിൽ പോകുന്ന ആരും ചിന്തിച്ചേക്കരുത്. അതൊന്നും അല്ല. നമ്മുടെ മനസ്സ്, മനുഷ്യ, നിൻ്റെ മനസ്സ് എവിടെയുണ്ടെന്നുള്ളതാണ്. മനസ്സ് എവിടെയാണുള്ളത്? ഈ മനസ്സ്, ഇത് നമുക്ക് ആബേലിനെയും കായലിനെയും ഇത് കഥ നമുക്ക് പറഞ്ഞു വരാൻ നേരത്തെ നമുക്ക് കൃത്യമായിട്ടും പറഞ്ഞു തന്നിട്ടുണ്ട് ആ കാര്യം. എന്താണ് പറഞ്ഞു തന്നേക്കണേ? ഈ ആബേലിൻ്റെയും കായൻ്റെയും കാര്യം അത് എപ്പോഴും ഓർത്തിരിക്കണം കേട്ടോ. എന്തിനാണ് കായൻ്റെ ബലി ദൈവത്തിന് സ്വീകാര്യമാകാഞ്ഞത്? നമുക്കറിയാവുന്ന കൂട്ടായ്മയിൽ പഠിച്ച കാര്യം നമുക്കറിയാം. എന്താ? ആബേലിൽ ദൈവം പ്രസാദിച്ചു, അതുകൊണ്ട് ആബേലിൻ്റെ ബലിയിലും കർത്താവ് പ്രസാദിച്ചു. കായേനിൽ ദൈവം പ്രസാദിച്ചില്ല, അതുകൊണ്ട് കായേൻ്റെ ബലിയിലും ദൈവം പ്രസാദിച്ചില്ല. ഞാൻ മുമ്പേ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ അതിനോട് കണക്ട് ചെയ്ത് ഓർത്ത് നോക്കിക്കോ. എന്തിന് പ്രസാദിച്ചില്ല? ദൈവമേ, നീ എന്നെ ശോധന ചെയ്താൽ എന്നെ അറിഞ്ഞിരിക്കുന്നു, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു, എൻ്റെ നിരൂപണം നീ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു. അല്ലേ? നമുക്ക് അത് 139 സങ്കീർത്തനാണ്. അതിനകത്ത് അവസാനത്തെ 23 24 എന്നാ, ദൈവമേ നീ എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ, എന്നെ പരീക്ഷിച്ച് എൻ്റെ നിനവുകളെ അറിയണമേ, വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. ഈ പ്രാർത്ഥന എപ്പോഴും ഹാബേലിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ദൈവമേ, ഞാൻ നിനക്ക് ഇഷ്ടമുള്ള പോലെയാണോ പ്രവർത്തിക്കുന്നത്? ഇങ്ങനെ ഒരു ചിന്ത. അതേ കായൻ എങ്ങനെയാ? കായൻ്റെ ഉള്ളിൽ എപ്പോഴും മത്സരമാണ്. അവൻ്റെ ഉള്ളിൽ സാത്താനാണ്. അവന് ഇതൊന്നുമില്ല. ആദം പറഞ്ഞു, ദൈവത്തിന് പ്രീതികരനാണെങ്കിൽ നിങ്ങൾ ബലി അർപ്പിക്കണമെന്ന് പറഞ്ഞു. അപ്പം എന്നാൽ ബലി അർപ്പിച്ചേക്കാം. അപ്പോൾ ഉള്ളതല്ല, നിങ്ങൾ കൊണ്ടേ കാഴ്ച അർപ്പിക്കണം. അപ്പോൾ ഇവൻ കൃഷിക്കാരനായിരുന്നു, ഉള്ള സാധനമെല്ലാം ഹൃദയത്തിലില്ല. അതാ ഞാൻ പറഞ്ഞ, ഹൃദയം ഇമ്പോർട്ടൻറ്റ്. എന്ത് കൊടുത്താലും ഹൃദയം അവന് അതെല്ലാം ഒരിക്കലും ചിന്തിച്ചേക്കരുത്. എന്നാ പുഴു പിടിച്ച വഴുതനങ്ങയും പുഴു പിടിച്ച വെണ്ടയ്ക്കായും അങ്ങനെയൊക്കെയാണ് ഇല്ലെങ്കിൽ മത്തങ്ങ, ചീയാറായ മത്തങ്ങയും ഇങ്ങനെയൊന്നും അല്ല കൊണ്ടേ കൊടുത്തേക്കണം. നല്ല സാധനം തന്നെയാണ് കൊണ്ടേ കൊടുത്തേക്കണത്. ഏറ്റവും ബെസ്റ്റ് സാധനം തന്നെയാണ്. പക്ഷെ അവൻ്റെ ഹൃദയമാണ് ചീഞ്ഞു കിടക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതാണ്, മനസ്സ് നല്ലതില്ലെങ്കിൽ എന്തു ചെയ്താലും അതുകൊണ്ട് ഒരു കാര്യമില്ല പ്രിയമുള്ളവരെ. അതേ ഹാബേൽ എങ്ങനെയാ? അവൻ പിന്നെ ആടുനോട്ടക്കാരനായിരുന്നു. അതിലുള്ള നല്ല ഒരു ഇതിനെ കൊണ്ട് കടിഞ്ഞൂലിനെ തന്നെ നല്ലതിനെ കൊണ്ടുപോയി കൊടുത്ത് അവൻ്റെ ഹൃദയം അതിന്, ദൈവമേ ഇത് മതിയാവും ആക്കരുത്, നിനക്ക് എനിക്ക് ഉള്ളത് ഉള്ളത് ഇതാ, ഞാൻ ഇതാ നിനക്ക് കൊണ്ടുപോയി തരാൻ പോകുന്നത്. ഈ കൊടുക്കുന്ന ഈ ഭാവന ഉണ്ടല്ലോ, ഞാൻ തന്ന് നിന്നെ പ്രീതിപ്പെടുത്താനില്ല, ഇത് നീ തന്നത്, നിൻ്റെ ഞാനിത് തരുന്നത് നിനക്ക് മതിയാവോ? ഞാൻ വെറും പൊട്ടനാ അന്ന് പറഞ്ഞ് കൊടുക്കാൻ പറ്റുമോ? നമ്മളെ പഠിപ്പിച്ച വേറൊരു സംഗതിയുണ്ട്. നമ്മളെപ്പോഴും ബുദ്ധിമാന്മാരാകണമെങ്കിൽ നമ്മളെപ്പോഴും ദൈവസന്നിധിയിൽ ഭോഷന്മാരാണെന്ന് സമ്മതിക്കണം. അല്ലേ? ഫൂൾ ഫോർ ക്രൈസ്റ്റ് സേക്ക്, അങ്ങനെ ഒരു ഡിഗ്രി വേണമെന്നൊക്കെ പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? പണ്ട് FFCA, ഫൂൾ ഫോർ
ക്രൈസ്റ്റ് സേക്ക്, അങ്ങനെ ഒരു ഡിഗ്രി കർത്താവിന് വേണ്ടി പോട്ടെ. അത് വേറെ ആരുമല്ല, പൗലോസ്ലിയ ഇത്ര വലിയ ശ്രേഷ്ഠ വ്യക്തിയാകണമെങ്കിൽ പൗലോസ്ലിയക്ക് എപ്പോഴും അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു. അത് നമ്മുടെ സ്പിരിച്വൽ മെച്യൂരിറ്റി എന്ന് പറയും. ആത്മീകമായിട്ട് നമ്മൾ പ്രബുദ്ധതയിലേക്ക് വളരും തോറും കർത്താവേ, ഞാൻ ഒന്നും ആയില്ലല്ലോ കർത്താവേ, ഞാൻ ഇന്നലത്തെ എത്ര ചെറിയ ചെറിയ പാപങ്ങളെല്ലാം നമ്മുടെ കണ്ണു മുമ്പാകെ അന്നേരം വന്ന് വിലസാൻ തുടങ്ങും. അതുകൊണ്ടാണ് 60 വയസ്സായ പൗലോസ്ലിയ പറയുവാണ്, ഞാൻ പാപികളിൽ ഒന്നാമൻ. 3-ാം സ്വർഗം വരെയല്ലേ എടുക്കപ്പെട്ട എല്ലാ സംഗതിയൊക്കെ ശരിയാണ്. അത് കഴിഞ്ഞ് പിന്നെ ലാസ്റ്റ് ആകുമ്പോൾ പറയാനുള്ളത് എന്നാണെന്നറിയോ? ഞാൻ പാപികളിൽ ഒന്നാമൻ. നമുക്ക് ഞാൻ ഇന്നലത്തെ കഴിഞ്ഞ് വിശുദ്ധനായെന്ന് തോന്നിയാൽ അവിടെ എന്തോ ഒരു കുഴപ്പം പറ്റിയെന്നുള്ളതാണ്. ഞാൻ എൻ്റെ കാര്യം മാത്രം പറയാം. ഞാൻ വചനം പറയാൻ പോകുന്നു, ഞാൻ വചനം പറയുന്നു, ആൾക്കാരെങ്കിലും നല്ലതായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കെങ്ങാനും എൻ്റെ അകത്ത് ഒരു അംശം എങ്ങാനും ഞാൻ എന്തോ ചെയ്തു എന്ന് തോന്നിയാൽ ഞാൻ നിലത്ത് വീണ് പൊടിയായെന്ന് ഓർത്തോണ്ടാൽ മതി. അങ്ങനത്തെ ചിന്തകൾക്ക് ഒരു സ്ഥാനവുമില്ല. കർത്താവിൻ്റെ മക്കൾ, കർത്താവിൻ്റെ വചനം, കർത്താവ് തന്ന ആയസ്, കർത്താവ് തന്ന സ്വരം അതിന് വന്നു. എനിക്ക് പറയുവാനായിട്ട് കർത്താവ് എനിക്കൊരു ഭാഗ്യം തന്നു, അതിന് ഞാൻ യോഗ്യനല്ല എന്നുള്ള എളിമ എൻ്റെ ഉള്ളിൽ വന്നില്ലെങ്കിൽ ഞാൻ നശിച്ചു എന്ന് ഓർത്തോണ്ടാൽ മതി. നിങ്ങൾ എപ്പോൾ പ്രാർത്ഥിക്കുമ്പോഴും അങ്ങനെ പ്രാർത്ഥിക്കാവുള്ളൂ. ദൈവമേ, ആർക്കും, നമ്മുടെ ദൈവമക്കൾക്ക് ആർക്കും, നമ്മുടെ ദേവദാസന്മാർക്ക് ആർക്കും, നമ്മളെ നയിക്കുന്നവർക്ക് ആർക്കും അഹങ്കാരം വരല്ലേ കർത്താവേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അഹങ്കാരം വന്നാൽ എന്താവും? എസെക്കിയേലിൻ്റെ 28-ാമത്തെ അധ്യായം വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഏറ്റവും ബുദ്ധിമാനായിരുന്നു ദൈവത്തിൻ്റെ സൃഷ്ടിച്ച മാലാഖമാരിൽ ഏറ്റവും ബുദ്ധിമാനായിരുന്നു ആര്? പേര് നമ്മൾ ലൂസിഫർ എന്ന് പറയുന്നു. അത് പല തർക്കങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഇപ്പം നമുക്കറിയാവുന്ന പോലെ ലൂസിഫർ എന്ന് തന്നെ വിചാരിച്ചു. ടയറിൻ്റെ അധിപതിയോടാണ് അത് പറയുന്നത്. അത് ഒന്ന് വായിക്കണത്. അതിൻ്റെ അകത്തുള്ള വാക്കുകളാണ് ഇമ്പോർട്ടൻറ്റ്. കർത്താവ് അതേപോലെ അത് ഏശയ്യാ പ്രവാചകൻ്റെ 14-ാമത്തെ അധ്യായത്തിലുണ്ട്. അരുണോദയ പുത്രനായ ശുക്ര, നീ അങ്ങനെ നിലത്ത് വീണെന്നൊക്കെ പറയുന്നതുകൊണ്ടല്ലോ, അത് കറക്റ്റ് ശ്രദ്ധിച്ച് വായിച്ചു നോക്കണം. എങ്ങനെയെന്ന് പറഞ്ഞാൽ ദൈവം സൃഷ്ടിച്ചതിൽ ഏറ്റവും അഴകുള്ളവനും ഏറ്റവും ബുദ്ധിയുള്ള ഒരു മാലാഖയായിരുന്നു. അതുകൊണ്ടാണ് ആ കുസ്തി ഇപ്പോഴും നടക്കുവാണ്. കുസ്തി എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ദാറ്റ് റെസ്ലിംഗ് ബിറ്റ്വീൻ സേറ്റൻ ആൻഡ് ഗോഡ്. അവനെ എന്നും എന്നേക്കുമായിട്ട് തീപ്പൊഴുകയിൽ തള്ളുന്നിടം വരെ സാത്താന് റോളുണ്ട്. പിശാചിന്റെ ജീവിതത്തിൽ വരില്ലേ എന്ന് കർത്താവിൻ്റെ തിരുരക്തത്തിൻ്റെ പ്രൊട്ടക്ഷൻ നമ്മൾ മേടിക്കണം. ഒരിക്കലും പിശാചില്ലെന്ന് ആരും ചിന്തിച്ചേക്കരുത്. പക്ഷെ പിശാചിൻ്റെ തല ചതയ്ക്കപ്പെട്ടവനാണ്, വാലിട്ട് ആട്ടുകയുള്ളൂ. കർത്താവ് കാൽവരിയിൽ കുരിശിൽ അവൻ്റെ മുന്നിൽ വിജയോത്സവം കൊണ്ടാടി. പക്ഷെ സാത്താനുണ്ട് ഇപ്പോഴും. നിങ്ങൾ കൂടുതൽ വചനം വായിക്കുന്തോറും നിങ്ങൾക്ക് മനസ്സിലാകും, നിങ്ങളെ വചനം വായിക്കാനായിട്ട് വിടിയാലോ അവൻ. നിങ്ങൾക്ക് ഉറക്കം തരും, ക്ഷീണം തരും, മറവി തരും. നിങ്ങളെന്ന് പറഞ്ഞാൽ കൂടുതൽ പഠിക്കുന്തോറും ഇവൻ്റെ തന്ത്രങ്ങൾ നമ്മൾ മനസ്സിലാക്കിയെടുക്കും. തന്ത്രങ്ങൾ എന്നാ? ചെറിയ സംഗതികളാണ്. എങ്ങനെയെന്നറിയോ? ഇപ്പം നമ്മൾ ഹാർമണി എന്നൊക്കെ പറയും. കുടുംബത്തിൻ്റെ ജീവിതത്തിൽ നല്ല സന്തോഷം, അപ്പനും മക്കളും ഒക്കെ ആയിട്ട് നല്ല സന്തോഷമാണ്. പക്ഷെ അപ്പന് ഇന്ന കാര്യം ഇങ്ങനെ ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. അത് മക്കൾ ചെയ്യുന്നതിനകത്ത് ഒരു അപ്പോൾ ചെറിയൊരു ഇഷ്ടക്കുറവ് വരുവാണ്. ചെറിയ ഇഷ്ടക്കുറവ്, ഇത് അങ്ങനെയല്ല ചെയ്യേണ്ടത്. അന്ന് വെറും ഒരു അത്രയും വന്നു കഴിയുമ്പോഴത്തേനും അവിടെ സാത്താൻ അവിടെ ഇടയെടുത്തിട്ടായി. ഇല്ലെങ്കിൽ ഒരു കാര്യം വളരെ മൈൽഡായിട്ട് പറയേണ്ട കാര്യം മൈൽഡായിട്ട് പറയാതെ കുറച്ച് ഒച്ച പറഞ്ഞു, അതൊന്നും എടുത്തോണ്ട് വാ അന്ന് പറഞ്ഞു പോയെങ്കിൽ അരിശയില്ല. ഞാൻ തല്ലിയില്ല, അരിശപ്പെട്ടില്ല. പക്ഷേ എൻ്റെ ടോണിനകത്ത് സാത്താൻ കയറി. എപ്പോഴാണ് അവിടെ കയറുന്നതെന്നറിയാവോ? എനിക്ക് അഹങ്കാരം വരുമ്പോഴാണ്. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു കാര്യത്തിനകത്ത് ഒരു ഇഷ്ടക്കുറവോ വഴക്കോ, നമ്മൾ പറയാൻ പാടില്ലാത്ത കാര്യം വായിൽ നിന്ന് വരുവോ, നമ്മൾ പണ്ടും വിട്ടതും വെറുത്തതുമായ ഏതെങ്കിലും കാര്യം നമ്മുടെ ജീവിതത്തിനകത്തേക്ക് കയറുന്നതായിട്ട് നമുക്കൊരു സൂചന വന്നിട്ടുണ്ടെങ്കിൽ ചിന്തിച്ചോ, നമുക്ക് എവിടെയോ അഹങ്കാരം വന്നിട്ടുണ്ട്. അത് നമ്മൾ 28-ാമത്തെ അധ്യായം വായിക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതൊന്ന് വായിക്കാവോ? 28-ാമത്തെ അധ്യായം എസെക്കിയേൽ 28. യഹോവയുടെ അരുളപ്പാട് എനിക്ക് ഉണ്ടായതെന്തെന്നാൽ, മനുഷ്യപുത്ര, നീ സോർ പ്രഭുവിനോട് പറയേണ്ടത്. സോർ പ്രഭു എന്ന് പറഞ്ഞാൽ ഇവൻ തന്നെയാണ്, ഈ ലൂസിഫർ ആണ്. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിന്റെ ഹൃദയം നിഗളിച്ചുപോയി. നീ ദൈവമല്ല, മനുഷ്യന് മാത്രമായിരിക്കെ ഞാൻ ദൈവമാകുന്നു. ഞാൻ സമുദ്രമധ്യേ ദൈവാസനത്തിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞു. ഉണ്ടോ? എല്ലാം ഞാൻ ദൈവമാകുന്നു എന്ന് പറയുന്നു.
നീ ഇത് വചന ശുശ്രൂഷകളിൽ അധികവും സംഗതികളിൽ ഫെയിൽ ആകാനായിട്ടുള്ള കാരണം എന്നറിയോ? എത്രയോ നല്ല ദൈവമക്കൾ നല്ല രീതിയിൽ തുടങ്ങിയവർ പിന്നെ നശിച്ച് നാമാവശേഷമായിട്ട് പോയിട്ടുണ്ട്. എങ്ങനെയെന്നറിയോ? അവർ തന്നെ ക്രിസ്തുവായിട്ട് അവരെ ഉയർത്തി. മനസ്സിലാകുന്നോ? അവർ ദൈവമായിട്ട് അവരെ ഉയർത്തി. എന്നിട്ട് അവർക്ക് അഹങ്കാരം, അത് സാത്താന് പറ്റിയതാ. ഓക്കെ. നീ ദൈവഭാവം നടിച്ചുകൊണ്ട് നീ ദാനിയേലിനും ജ്ഞാനിയല്ലോ. അവിടെ അതൊന്നും നിർത്തണേ. അത് ആ ഒരു വേർഡ് അങ്ങനെ നമ്മൾ വിട്ടേച്ചു പോയത്. നീ ദാനിയേലിലും ജ്ഞാനിയല്ലോ എന്നാ പറയുന്നത്. സോളമനെ കഴിഞ്ഞും വലിയ ജ്ഞാനിയാന്ന് പറയുന്നില്ല. ദൈവം പറയുന്നത്, ദൈവമായി ഇത് പറയുന്നത്. ദൈവത്തിന് മുമ്പാകെ ആരാ ഏറ്റവും വലിയ ജ്ഞാനി? നമ്മൾ ജ്ഞാനികളിൽ ജ്ഞാനിയായ സോളമൻ എന്ന് പറയല്ലേ? അല്ല, ദൈവത്തിൻ്റെ സന്നിധിയിൽ, ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ദാനിയേലാണ്. അവനെ കഴിഞ്ഞും നീ വലിയ ബുദ്ധിമാനാന്നാ പറയുന്നത്. ദാനിയേലിനെ കഴിഞ്ഞും വലിയ ബുദ്ധിമാനാന്നാ പറയുന്നത്. അപ്പോൾ ബുദ്ധിമാന്മാർ ദൈവത്തിൻ്റെ സന്നിധിയിൽ, നമ്മൾ മനുഷ്യരുടെ സന്നിധിയിൽ നോക്കുന്ന പോലെയല്ല ദൈവസന്നിധിയിൽ. ഓക്കെ, മുന്നോട്ട് പോകും. നീ അറിയാതെ വണ്ണം മറച്ചു വെക്കാവുന്ന ഒരു രഹസ്യവുമില്ല. നിന്റെ ജ്ഞാനം കൊണ്ടും വിവേകം കൊണ്ടും നീ ധനം സമ്പാദിച്ച് പൊന്നും വെള്ളിയും നിന്റെ ഭണ്ഡാരത്തിൽ സംഗ്രഹിച്ചു വെച്ചു. കറക്റ്റ്. നീ മഹാജ്ഞാനം കൊണ്ട് കച്ചവടത്താൽ ധനം വർദ്ധിച്ചു. ഉണ്ടോ? ഇതെല്ലാം ഈ ജ്ഞാനം കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റും? മതി കേട്ടോ. ജ്ഞാനം കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റും, എന്തെല്ലാം സംഗതികൾ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. അതെല്ലാം എവിടെയാണ് ലാസ്റ്റ് എത്തുന്നതും കൂടെ ചിന്തിക്കണം. അതുകൊണ്ടല്ലേ നമ്മളെപ്പോഴും പറഞ്ഞ സിസ്റ്റർ മേരി ബെനിജ്ഞയുടെ അതോർന്നുണ്ടല്ലോ, ഇഹത്തിലെ ധനം. അറിയാവുന്നല്ലേ അത്? നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇഹത്തിലെ ധനം സുഖം യശസ്സും ആഭിജാത്യവും വഹിച്ചു കൊണ്ടുപോകയില്ല മർത്യൻ അന്ത്യയാത്രയിൽ. എന്താ പറയുന്നത്? ഇഹത്തിലെ ധനം സുഖം യശസ്സും ആഭിജാത്യവും വഹിച്ചു കൊണ്ടുപോകയില്ല മർത്യൻ അന്ത്യയാത്രയിൽ. അഹന്ത കൊണ്ടഴുക്കുപെട്ടിടാത്ത പുണ്യമൊന്നു താൻ മഹത്തരം പ്രയോജനം പരത്തിലും വരുത്തിടും. എന്താ? അഹന്ത കൊണ്ട് അഴുക്കുപെട്ടിടാത്ത പുണ്യമൊന്നു താൻ മഹത്തരം പ്രയോജനം പരത്തിലും വരുത്തിടും. ഇതൊക്കെ നമ്മൾ ചുമ്മാ കേട്ടിട്ട് നമ്മുടെ വിട്ടുപോകാനല്ല, നമ്മൾ എപ്പോഴും ചിന്തിക്കണം. അപ്പം നമ്മൾ ശരിയായ വഴിയിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ നമുക്ക് നമ്മുടെ തലമുറകൾക്ക് കൊടുക്കാനുള്ളത് ഇതാണോ? എപ്പോഴും പ്രാർത്ഥിക്കണം, ദൈവമേ, ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും എൻ്റെ തലമുറകളും ക്രിസ്തു വിശ്വാസികളും ക്രിസ്തുവിൻ്റെ വചനത്തിന് സാക്ഷികളും ക്രിസ്തുവിൻ്റെ വചന ശുശ്രൂഷയ്ക്ക് കൈത്താങ്ങ് കൊടുക്കുന്നവരും ക്രിസ്തുവിൻ്റെ വചനം സംസാരിക്കുന്നവരുമായി നിത്യസൗഭാഗ്യത്തിൽ ഒന്നിച്ചേരുവാനായിട്ടുള്ള ഭാഗ്യം തരണമേ കർത്താവേ. എല്ലാ ആത്മീകവും ശാരീരികവുമായ എല്ലാ വിപത്തുകളിൽ നിന്നും എന്നെയും എൻ്റെ ഭാര്യയെയും എൻ്റെ മക്കളെയും എൻ്റെ തലമുറകളെയും കാത്തു പരിപാലിക്കണമേ. അന്ന് പ്രാർത്ഥിച്ച് ഉടനെ പിന്നെ നമ്മൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. കൂട്ടായ്മയ്ക്ക് വേണ്ടിയും കൂട്ടായ്മയിലുള്ളവർക്ക് വേണ്ടി, നമ്മൾ അറിയുന്നവർ, ബന്ധുമിത്രാദികളും എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. എല്ലാവർക്കും നമ്മുടെ പ്രാർത്ഥന നമ്മുടെ കടമയാണ്. മറ്റുള്ളവർ എങ്ങനെ പ്രാർത്ഥിക്കണം ആദ്യമേ കേൾക്കണമല്ലോ. പക്ഷേ നമ്മുടെ ഈ പ്രാർത്ഥന കേൾക്കുന്നത് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാണ്, ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുമ്പോഴാണ്. അത് ജോബിൻ്റെ പുസ്തകത്തിനകത്ത് കൃത്യമായിട്ടുണ്ട്. ജോബിൻ്റെ സ്വത്തുക്കളെല്ലാം 2 മടങ്ങായിട്ട് തിരിച്ചു വന്നത് ജോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ടാണ്. അത് കുറേ കാര്യങ്ങളുണ്ട്, അതൊന്നും ഇപ്പോൾ പറയാൻ പോകുന്നില്ല. പക്ഷേ ഞാൻ പറയുന്നത്, നമ്മൾ വീക്കാണെന്ന് നമ്മൾ സമ്മതിക്കും തോറും നമ്മളെ സ്ട്രോങ് ആക്കും. വിചിത്രമല്ലേ അത്? നമ്മളെല്ലാവരും എന്നാ പറയുന്നത്, ജിമ്മിൽ പോകണം, അവിടെ പോകണം, അവിടെ സ്ട്രോങ് ആവണമെന്ന് ചിന്തിക്കഴിഞ്ഞാൽ നമ്മൾ വീക്കാണെന്ന് ചിന്തിക്കും തോറും നമ്മൾ സ്ട്രോങ് ആയിക്കണം. വേറെ ആരും അതിന് ഉദാഹരണമായിട്ട് വേണ്ട. നമ്മുടെ 2 കൊരിന്ത്യസ് 12:7 ഒന്ന് വായിക്കാവോ? 2 കൊരിന്ത്യസ് 12:7. വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിപ്പാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാ. പക്ഷെ പൗലോസ് ലീഗ വാസ് വെരി വെരി വീക്ക്. എങ്ങനെയാ? ഫിസിക്കലി. അത് എത്രയോ പ്രാവശ്യം പകൽ കൂടാരപ്പണി ചെയ്യണം, രാത്രി വചന ശുശ്രൂഷയുണ്ട്, നോൺ സ്റ്റോപ്പ് പണിയെടുത്തുകൊണ്ടിരിക്കുന്ന പൗലോസ് ലീഹായ്ക്ക് ഒരു കണ്ണിലായിരുന്നു പ്രശ്നം എന്ന് പറയുന്നത്. കണ്ണിൽ കൂടെ ഇങ്ങനെ പഴുപ്പ് പോലെ എന്തോ ഒരു സാധനം വരുന്നതെന്ന് പറയുന്നു. പക്ഷെ അത് ശൂലം കുത്തുന്ന പോലത്തെ വേദനയായിരുന്നു. അത് ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിനകത്ത് പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ എന്തോരം സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എനിക്ക് വേണ്ടി നിങ്ങളുടെ കണ്ണുപോലും പറിച്ചു തരുവാനായിട്ട് നിങ്ങൾക്ക് എന്നോട് മനസ്സുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ സംവേർ കണ്ണിലായിരിക്കും. അപ്പോൾ നോക്കി നിങ്ങളോട് മിണ്ടുമ്പോൾ കണ്ണിൽ ഏത് സമയം വെള്ളം വന്നുകൊണ്ടിരിക്കണം. എന്ത് ഇറിറ്റേഷൻ ആയിരിക്കും നിങ്ങൾക്കും എനിക്കും.
മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയുള്ള പൗലോസ്ലിഹയാണ് ഏറ്റവും സ്ട്രോങ് ആയിട്ട് മാറിയത്. അപ്പോൾ ഈ പൗലോസ്ലിഹ പ്രാർത്ഥിച്ച് എത്രയോ പേർക്ക് സൗഖ്യം കിട്ടിയിട്ടുണ്ട്, എത്രയോ പേർക്ക് അത്ഭുത രോഗശാന്തി കിട്ടിയിട്ടുണ്ട്. അങ്ങനെയുള്ളിടത്ത് പൗലോസ്ലിഹയ്ക്ക് എന്തിനു രോഗശാന്തി കിട്ടിയില്ല? എന്തിനു കിട്ടിയില്ല? ചിന്തിക്കണ്ടേ? അപ്പം പ്രാർത്ഥിച്ചത് മുഴുവൻ കിട്ടണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ കർത്താവിന് നമ്മളെ വേറെ ഒരു ആയുധമാക്കി വളർത്താനായിട്ടാണ് ആഗ്രഹം. ഏറ്റവും പവർഫുൾ പൗലോസ്ലിയോട് പറഞ്ഞാ, നിനക്ക് എൻ്റെ കൃപ പോരെടാ മോനെ എന്ന് ചോദിച്ചേ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അല്ലേ? നിനക്ക് എൻ്റെ കൃപ പോരെ. കർത്താവിൻ്റെ കൃപയെക്കാഞ്ഞും വലിയത് ഏതാ ഉള്ളത്? ഈ രോഗം മാറിയിട്ട് കൃപ നഷ്ടപ്പെട്ടു പോയിട്ട് എന്ത് പ്രയോജനം? രോഗസൗഖ്യം കിട്ടി, കർത്താവിൻ്റെ കൃപയിൽ നിന്ന് താഴെപ്പോയി, പിന്നെ എങ്ങോട്ടാ ഈ രോഗസൗഖ്യത്തിൻ്റെ ശരീരമായിട്ട് പോകുന്നത്? അടിനരകത്തിലേക്കാ. അതേപോലെ തന്നെ തിമോത്തിയോസിനോട് പ്രാർത്ഥിക്കാൻ അവനോട് പറയുന്നുണ്ട്. തിമോത്തിയോസിന് അതേ ഒരു തിമോത്തിയോസിൻ്റെ വയറ്റുവേദന അല്ലേ? തിമോത്തിയോസിന് ഭയങ്കര വയറ്റുവേദനയായിരുന്നു. തിമോത്തിയോസിൻ്റെ വയറ്റുവേദനയ്ക്ക് വേണ്ടിയിട്ട് ഈ പൗലോസ്ലിഹയുടെ പട്ട ശിഷ്യനാണല്ലോ തിമോത്തിയോസ്. എത്ര പ്രാർത്ഥിച്ചു കാണും? തിമോത്തിയോസിന് രോഗസൗഖ്യം കിട്ടിയോ? അതെവിടെ നമുക്ക് നോക്കിയേ, 1 തിമോത്തി 5:23 കൃത്യം മനസ്സിലാവും. നിനക്ക് ഈ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഈ വയറ്റുവേദന ഇതൊക്കെ നീ വെറും പച്ചവെള്ളം മാത്രം കുടിക്കാതെ വൈൻ, മരുന്ന് പോലെ, അത് വീഞ്ഞ്, അന്നത്തെ കാലത്ത് മരുന്നിനായിട്ട് അവൻ വീഞ്ഞ് പോലും കുടിക്കലെന്ന് സമർപ്പണം എടുത്തവനാ. അതെന്ന് പറഞ്ഞാൽ ഈ രോഗസൗഖ്യത്തിന് നീ അറ്റ്ലീസ്റ്റ് അത് കുടിക്കണമെന്ന് പറയുന്ന ഒരു ഭാഗമാണത്. 1 തിമോത്തി 5:23 മേലാൽ വെള്ളം മാത്രം കുടിക്കാതെ നിന്റെ അജീർണതയും കൂടെയുള്ള ക്ഷീണതയും നിമിത്തം കൂടെയുള്ള കണ്ടോ, കൂടെ അവന് സ്റ്റമക്ക് അപ്സെറ്റ് ആവുകയാണ്. അതിനെ പറഞ്ഞുകൊണ്ട് ചിലർ കള്ളു കുടിക്കാൻ പോകുന്നവരുണ്ട് കേട്ടോ. പൗലോസ്ലിഹ പറഞ്ഞിട്ടുണ്ടല്ലോ തിമോത്തിയോസിനോട് ഇച്ചിരി വീഞ്ഞു കുടിക്കണം. അതല്ല കേട്ടോ, ഇത് മരുന്നിൻ്റെ കാര്യമാണ് പറയുന്നത്. കൂടെ എന്ന് പറഞ്ഞാൽ പൗലോസ്ലിഹയുടെ ഏറ്റവും സ്നേഹമുള്ള ഭയങ്കര കർത്താവിൻ്റെ സ്ട്രോങ് ഒരു ഭടനാണ് തിമോത്തിയോസ്. ഒരു തിരുമേനിയാ, ഒരു സഭേനെ നടത്തുന്ന ആളാ, ബിഷപ്പ് എന്നൊക്കെ പറയാലോ. പുള്ളിയുടെ എന്തിനാ? കർത്താവിന് അവനെ സ്ട്രോങ് ആയിട്ട് ഉപയോഗിക്കണം. അപ്പം നമ്മൾ വീക്കാണെങ്കിൽ മാത്രമേ നമ്മൾ സ്ട്രോങ് ആവുകയുള്ളൂ എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കുക. കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവ് ഞാൻ ഒന്നും അല്ലാത്തവനാണെന്ന് സമ്മതിച്ചു കഴിയുമ്പോൾ കർത്താവ് നമ്മളെ ഏറ്റവും സ്ട്രോങ് ഉള്ളവരായിട്ട് മാറ്റും. അതിന് പത്രോസ്ലിഹയുടെ ഒരു ഉദാഹരണം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ചിന്തകളെ നമുക്ക് അവസാനിപ്പിക്കാം. പത്രോസ്ലിഹ നല്ലൊരു ക്യാരക്ടറല്ലേ ശരിക്കും. നമ്മളെപ്പോലെ നമ്മൾ ഭയങ്കരമായിട്ട് വചനത്തോട് സ്നേഹമുള്ളവരും എടുത്തുചാടി ദൈവത്തിന് വേണ്ടി എല്ലാ കാര്യങ്ങൾ ചെയ്യുന്നവരെല്ലാം എപ്പോഴും പത്രോസ്ലിഹാനെ ഓർക്കണം. എന്തിനോർക്കണം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കൃപയുണ്ടതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടു പോയ ഒരാളാണ്. അഹങ്കാരം, ഒടുക്കത്തെ അഹങ്കാരം ഉണ്ടായിരുന്നെന്ന് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പറയുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഞാൻ പറയാം, സിമ്പിൾ. പത്രോസ്ലിഹ യേശുപ്പ ചോദിക്കുകയല്ലേ, ഞാൻ ആരെന്നാണ് പറയുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാം നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് പറയും. അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും യേശുപ്പ അവനെ ഭയങ്കരമായിട്ട് അഭിനന്ദിക്കും. കമാൺ, വെരി ഗുഡ്, ഇത് നിൻ്റെ മാംസരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് തന്നെ നിനക്ക് നേരിട്ട്, സ്വർഗത്തിലെ പിതാവ് നേരിട്ട് വെളിപാട് കൊടുത്തു എന്ന് പറഞ്ഞ് യേശു തമ്പുരാൻ സർട്ടിഫൈ ചെയ്ത പത്രോസ്ലിഹായിനെ 2 സെൻറ്റൻസ് മാറിക്കഴിഞ്ഞാൽ ഏതാ? മത്തായി 16:18 ഇത് പറയുന്നത്. 16:23 സാത്താനെ എന്ന് വിളിക്കും. അതൊന്ന് വായിച്ചേ, അത് രസമുണ്ടത്. സാത്താനെ എന്നെ വിട്ടുപോ, നീ എനിക്ക് ഇടർച്ചയാകുന്നു. അത് 16:23 അല്ലേ? അതെ, 16:17-18 വായിച്ചേ. അതിന് തൊട്ട് പറയില്ല. അത് ബറിയോനായ ശീമോനെ എന്ന് പറഞ്ഞാൽ ശീമോന്റെ മകനായ പത്രോസ് എന്ന, മനസ്സിലായോ? ബർയോന എന്ന് പറഞ്ഞാൽ യോനായുടെ പുത്രൻ എന്നാ, മനസ്സിലായോ? ബർ അബ്ബാസ് എന്ന് പറഞ്ഞാൽ അബ്ബാസിന്റെ പുത്രൻ എന്നാ, മനസ്സിലായോ? അങ്ങനെയാ. ബർയോന ശീമോനെ നീ ഭാഗ്യവാനാ. ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. വെളിപാട് എവിടുന്നാ കിട്ടിയത് പത്രോസിന്? സ്വർഗസ്ഥനായ പിതാവെന്ന്. ഓക്കെ, അത് പറഞ്ഞിട്ട് 5 സെന്റൻസ് മാറിയിട്ടില്ല. അന്നേരമാണ് സാത്താന്. എന്തിനാണെന്നറിയോ? അപ്പം ഈശോപ്പ അവിടുന്ന് മുന്നോട്ട് പോകാൻ നേരത്ത് പറയും, ഞാൻ കുരിശുമരണം വഹിക്കണം, യഹൂദന്മാർ എന്നെ കുരിശ കയറ്റും, ഞാൻ മരിക്കും, അത് കഴിഞ്ഞ് പിന്നെ ഉയർത്തെഴുന്നേൽക്കും എന്നൊക്കെ പറയാനായിട്ട് തുടങ്ങിപ്പോണ്ടല്ലോ. മാറി ഈശോപ്പ എന്ന് പറഞ്ഞ് രാജാവായിട്ട് ഇങ്ങനെ നല്ല ജോളിയായിട്ട് നടക്കാം, ഭയങ്കര അത്ഭുതങ്ങളും അടയാളങ്ങളും ഭയങ്കര ഫെയിമാണല്ലോ. അങ്ങനെ നടക്കാമെന്ന് വിചാരിക്കുന്നിടത്താ കുരിശക്കരെന്ന് പറയുന്നത്. നിനക്കതൊന്നും വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ഈശോപ്പ കൃത്യമായിട്ട് സാത്താനെന്ന് വിളിച്ചു. എന്തിനാ സാത്താനെന്ന് വിളിച്ചേ? സാത്താൻ അറിയാം കർത്താവ് കുരിശെ കയറിയ തോക്കുന്ന ആളാരാ? സാത്താനാ. അപ്പൊ സാത്താൻ
പത്രോസ്ലിയുടെ കൂടെ ചേർന്നിട്ട് പറയുക, ഇവനോണ്ട നിനക്ക് കുരിശ് മരണം വേണ്ട, കുരിശ് മരിച്ചാൽ എന്നെ തല കത്തിഞ്ഞു പോകുന്നത് സാത്താൻ അറിയാവുന്നത് കൊണ്ട്, അതുകൊണ്ടാണ് കൃത്യമായിട്ട് സാത്താനെന്ന് വിളിക്കുന്നത്. ഈ സാത്താനെന്ന് വിളിച്ച ആള് അതില്ലേ ആ പത്രോസിലേക്ക് അത് കഴിഞ്ഞ് പിന്നെ വാർണിംഗ് കൊടുക്കും, നിങ്ങളെല്ലാം എന്നാ സാത്താൻ നിങ്ങളുടെ വിശ്വാസം പോകാനായിട്ട് നിങ്ങളെ പാറ്റുന്നുണ്ട്, എന്നാലും നീ ഈശോപ്പ അതിനെ തടയല്ല, പക്ഷെ അത് കഴിഞ്ഞ് നീ തിരിച്ചു വന്നു കഴിഞ്ഞ് നീ ബാക്കിയുള്ളവരെല്ലാം നീ ശക്തിപ്പെടുത്തും എന്നൊക്കെ പറഞ്ഞ് ഈശോപ്പ വാഗ്ദാനങ്ങൾ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കൃത്യമായിട്ട് 3 പ്രാവശ്യം തള്ളിപ്പറയുകയും ചെയ്യും, അല്ലേ? തള്ളിപ്പറയും. തള്ളിപ്പറഞ്ഞു കഴിഞ്ഞിട്ടും പിന്നെ എന്നാ യേശോപ്പ കടൽ തീരത്ത് ഉണക്കമീൻ മീനൊക്കെ ചുട്ട് എല്ലാം റെഡിയാക്കി വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞിട്ട് ഇവനെ യഥാസ്ഥാനപ്പെടുത്തുമല്ലോ. അപ്പം അതിന് കഥ ഷോർട്ടാക്കി പോവാ. പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, നിങ്ങൾ വചനം വായിക്കുക. അതിൻ്റെ ലാസ്റ്റത്തെ പ്രാവശ്യം 3-ാമത്തെ പ്രാവശ്യം ചോദിക്കുമല്ലോ, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിക്കുമല്ലോ. അന്നേരം അവൻ എന്നാ പറയുന്നത്? അവിടെയാണ് എളിമ. എന്താ പറഞ്ഞത്? കർത്താവേ, നീ എല്ലാം അറിയുന്നു, നിനക്കെല്ലാം അറിയാം. ഡോണ്ട് ആസ്ക് മീ, ഞാൻ വെറും പൊട്ടനാ, എനിക്കറിയാത്തതല്ല, നിനക്കെല്ലാം അറിയാം. ഞാൻ നിന്നെ ഒറ്റ കൊടുക്കും, നിനക്കറിയാറുന്നല്ലോ, ഞാൻ ഇങ്ങനെ നഷ്ടപ്പെടുമെന്ന് നിനക്കറിയാം. അതുകൊണ്ടാണ് അവൻ അന്നേരമാണ് യഥാർത്ഥ വെളിപാട് ഉണ്ടാകുന്നത്. യഥാർത്ഥ വെളിപാട് അന്നേര. കർത്താവെ, നീ എല്ലാം അറിയുന്നു, എന്നിട്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്നും നീ അറിയുന്നു. ഇങ്ങനെ പറഞ്ഞ് സ്നേഹിച്ച പത്രോസ്ലിഹായ്ക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈ ലോകത്തിൽ ഇതുവരെ ഒരു സുവിശേഷകരും ചെയ്യാൻ പറ്റാത്ത അത്ഭുതങ്ങൾ നടത്തി. എന്താ അത്ഭുതം എന്നറിയോ? ഏറ്റവും വലിയ അത്ഭുതം എന്നറിയോ? പെന്തക്കോസ്ത് നാളിൽ ഇവന് ഏറ്റുനിന്ന് 15 മിനിറ്റേ പ്രസംഗിച്ചുള്ളൂ. വെറും 15 മിനിറ്റ് പ്രസംഗിച്ചു. ഒരു മുക്കോൻ 15 മിനിറ്റ് പ്രസംഗിച്ചു. എന്താ സംഭവിച്ചെന്നറിയോ? 3000 യഹൂദന്മാരാണ് ക്രിസ്ത്യാനികളായത്. നോക്ക, ഇതൊരു ചാലഞ്ചായിട്ട് ഇവിടെ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ഇവാഞ്ചലിസ്റ്റ് എന്ന് പറയില്ലേ, സുവിശേഷകന്മാർ, എത്ര യഹൂദന്മാരെ അവർ ക്രിസ്ത്യാനികളാക്കിയിട്ടുണ്ടെന്ന് ചിന്തിച്ചു നോക്കിയോ. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബിക്കോസ് അവർ ഈ പഴയ നിയമത്തിൽ ഉറച്ചു നിൽക്കുന്ന ആൾക്കാരാണ്. യഹൂദനെ മാനസാന്തരപ്പെടുത്തുന്നത് അത്ര എളുപ്പമല്ല. എന്തെല്ലാം സംഭവിച്ചാലും അവൻ അത്രയ്ക്ക് ഹാർഡ് കോറുള്ള അങ്ങനത്തെ 3000 യഹൂദന്മാരെയാണ് ക്രിസ്ത്യാനിയാക്കി മാറ്റിയത് പത്രോസ്ലിഹ. എങ്ങനെ സ്ട്രോങ് ആയി പ്രിയമുള്ളവരെ, എങ്ങനെ സ്ട്രോങ് ആയി? അവന് വീക്കായത് കൊണ്ട്, സാത്താൻ എന്നുള്ള വിളി കേട്ടത് കൊണ്ട്. മനസ്സിലാവുന്നുണ്ടോ? നീ സാത്താനെ, നീ എന്നിൽ നിന്ന് പോ, നീ എനിക്ക് ഇടർച്ചയാകുന്നു പറഞ്ഞത് കേട്ടത് കൊണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ എപ്പോഴും കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ ചിന്തകളെ നമുക്ക് ക്രോഡീകരിച്ച് നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് തലകളെ വണക്കാം. നമുക്ക് ഒന്നുകൂടെ ചിന്തിച്ചു നോക്കാം. കർത്താവേ, ജീവനുള്ള ദൈവമേ, വാഴ്ത്തപ്പെട്ട പൊന്നു കർത്താവേ, അപ്പാ, ഈ സമയമൊക്കെയും ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളുടെ ഹൃദയത്തോട് വാദിച്ചു കൊണ്ടിരുന്നത് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അപ്പൻ്റെ സന്നിധിയിൽ അപ്പൻ്റെ ആത്മാവ് ഞങ്ങളിലേക്ക് പകരണമെങ്കിൽ ഞങ്ങൾ എളിമയുള്ളവരും താഴ്മയുള്ളവരും ഞങ്ങൾ ഒന്നിനും കൊള്ളാത്തവരും എന്നുള്ള ആ വാക്ക്, ഞങ്ങൾ ഏറ്റവും ദുർബലരും ഞങ്ങൾ ബലഹീനരും ഞങ്ങളാണെന്ന് ഞങ്ങൾ സമ്മതിക്കാനായിട്ട് കർത്താവെ അങ്ങ് കാത്തിരിക്കുകയാണ്. ഞങ്ങളെ ബലപ്പെടുത്തുവാനും ഞങ്ങളെ ശക്തിപ്പെടുത്തുവാനും മഹാശക്തിയുള്ളവരായി മാറ്റുവാനും കർത്താവെ, നീ ഞങ്ങളുടെ വായിൽ നിന്ന് ഞാൻ അയോഗ്യനാണ് കർത്താവെ, ഞാൻ പാപിയാണ് കർത്താവെ, നീ ഇല്ലാതെ എനിക്കൊന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല കർത്താവെ എന്നുള്ള ആ ഏറ്റുപറച്ചിലിനായി നീ കാത്തിരിക്കുകയാണെന്ന് ഞങ്ങളെ പഠിപ്പിച്ചുവല്ലോ കർത്താവെ. ഞങ്ങൾ അത് സമ്മതിക്കുന്നു കർത്താവെ. ഞങ്ങൾ ഒന്നിനും കൊള്ളാത്തവരാണ് കർത്താവെ. ഞങ്ങൾ വെറും പാപികളാണ് കർത്താവെ. ഞങ്ങൾ വെറും ദുർബലരാണ് കർത്താവെ. ഞങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ കർത്താവെ, അത് നിൻ്റെ മഹാകൃപയാൽ മാത്രമാണെന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവെ. എങ്കിലും ആദിയില്ലാത്ത ആദിയും അന്തമില്ലാത്ത അന്തവുമായ ദൈവമേ, ഇന്ന് വന്നിരിക്കുന്ന എല്ലാ ജനങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും കർത്താവെ അങ്ങ് അറിയുന്നു. അതെന്താണെന്ന് ഞങ്ങൾക്കറിയത്തില്ലെങ്കിലും കർത്താവെ അങ്ങ് അതെല്ലാം അറിയുന്നു. അങ്ങയുടെ മഹാകൃപയുടെ ആ കരുണയുടെ ഭണ്ഡാരത്തിൽ നിന്ന് അതെല്ലാം അവർക്ക് സാധിപ്പിച്ചു കൊടുക്കും എന്ന് ഞങ്ങൾ അറിയുന്നു. അതിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. യേശുനാഥ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളെയും പിതാവിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുപോയി ഞങ്ങൾക്കായി മധ്യസ്ഥം യാചിക്കണമേ. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും ഞങ്ങൾക്കായി ജീവൻ വെച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് വീണ്ടും വരുവാനിരിക്കുന്നവനായ പൊന്നേശു തമ്പുരാൻ വഴി പ്രാർത്ഥിക്കുന്നു. ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സംബന്ധവും സഹവാസവും നാം എല്ലാവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും എന്നാളും ഉണ്ടാകുമാറാട്ടെ. ആമേൻ.